സോ ബെർസെർക് സീരീസിലെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് ഒരു പാർട്ടിയായിരുന്നു. പാർട്ടിയെ തുടർന്ന് ഗ്രിഫിത്തിനെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരെ എല്ലാം ഗ്രിഫിത്തും വകവരുത്തിയിട്ടുണ്ടായിരുന്നു ഗഡ്സിന്റെ സഹായത്തോടെ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഗഡ്സും ഗ്രിഫിത്തും കൂടിയിട്ട് തിരിച്ച് പാലസിലോട്ട് നടന്നു പോകുന്നതായിരുന്നു. ആൻഡ് റാണി എല്ലാവരെയും കൊന്നുണ്ടായിരുന്നു. റാണിയെ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം കൊന്നുണ്ടായിരുന്നു, ഒരു മന്ത്രി ഒഴിച്ചിട്ട്. ആൻഡ് ഇവര് ഗഡ്സ് ഗ്രിഫിത്തും കൂടി പാലസിലോട്ട് എത്തിയപ്പോൾ ഗ്രിഫിത്തിനെ കണ്ടിട്ട് ബാക്കി ഉണ്ടായിരുന്ന വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രിഫിത്ത് മരിച്ചു പോയെന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മൊത്തം പഴിയും ട്യൂഡേഴ്സിന്റെ മേത്തിട്ട് കൊടുക്കും. കാരണം ട്യൂഡേഴ്സ് ആണ് ഇപ്പൊ റാണിയെ കൊന്നതും ആൻഡ് എന്നെ കൊല്ലാൻ നോക്കിയതെല്ലാം ട്യൂഡേഴ്സ് ആണ്. അവർ ആ കോട്ട തിരിച്ചു പിടിച്ചുകൊണ്ട് അവർ ചെയ്ത പണിയാണെന്നാണ് ഗ്രിഫിത്ത് എല്ലാവരുടെ പറഞ്ഞത്. ആൻഡ് മണ്ടനായ രാജാവും ബാക്കിയുള്ളവരെല്ലാവരും ഇത് വിശ്വസിക്കുകയും ചെയ്യും. ആൻഡ് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞു പോകും. ഒരു മാസം കഴിഞ്ഞു പോയതിന് ശേഷം ഗഡ്സ് തീരുമാനിക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി മിഡ്ലാൻഡിൽ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗഡ്സ് വൈറ്റ് ഹോക്സ് വിട്ടിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കും. ആൻഡ് ഗഡ്സ് അവന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്യുന്നത് കാസ്ക കാണും. ആൻഡ് കാസ്ക കണ്ടിട്ട് ചോദിക്കും നീ എന്ത് ചെയ്യാനാണ് പുറപ്പെടുന്നത് ചോദിക്കും. അപ്പൊ ഗഡ്സ് പറയും ഞാൻ ഇവിടുന്ന് പോവാണ്, നീ ഗ്രിഫിത്തിന്റെ കൂടെ ഇരിക്കുക, ഗ്രിഫിത്തിന്റെ കൂടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും. ഇത്രയും നാള് ഗഡ്സിന് കാസ്കയുടെ മേത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് കാസ്ക വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ കാസ്കക്ക് അത് മനസ്സിലാവും. ആൻഡ് കാസ്ക എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാസ്ക നേരെ ഗ്രിഫിത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടും. കാരണം കാസ്ക പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഫിത്ത് നിൽക്കില്ല എന്നുള്ള കാര്യം കാസ്കക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കാസ്ക നേരെ ഓടും. ആൻഡ് കാസ്ക എവിടുന്ന് പോയതിന് ശേഷമായിരിക്കും അവിടേക്ക് ജുഡായും ക്രോക്കസും വരിക. ആൻഡ് ഇവർ രണ്ടുപേരും വന്നിട്ട് ഗഡ്സിന്റെ അടുത്ത് പറയും നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ല, അതിന് മുന്നേ നമുക്കൊന്ന് ചിയേഴ്സ് പറയാം, ഒന്ന് ബാറിലോട്ട് പോകാന്ന് പറയും, രണ്ടെണ്ണം അടിച്ചിട്ട് പിരിയാന്ന് പറയും. ആൻഡ് ഗഡ്സും അവരുടെ പിന്നാലെ പോകും. ആൻഡ് ബാറിലിരുന്നോണ്ട് തന്നെ ജുഡായി ഗഡ്സിനോട് ചോദിക്കും നീ ഇപ്പൊ എന്തിനാ ഇവിടുന്ന് പോകുന്നേ, നമുക്ക് ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ട്, ഇപ്പൊ നമ്മൾ ഈ യുദ്ധം ജയിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ. അപ്പൊ ഇതെല്ലാം വിട്ടിട്ട് നീ എന്തിനാ ഇവിടുന്ന് പോകുന്നതെന്ന് ജൂഡ ഗഡ്സിനോട് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും നമ്മളെല്ലാരും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഗ്രിഫിത്തിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഗ്രിഫിത്തിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഗ്രിഫിത്തിനെ എപ്പോഴൊക്കെ കാണുമ്പോഴും ഞാൻ ഗ്രിഫിത്തിനെക്കാട്ടിയും ഒരു പടി താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഗ്രിഫിത്തിന്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്, പക്ഷെ എനിക്ക് ഒരിക്കലും ഗ്രിഫിത്തിന്റെ താഴെ എനിക്ക് ജോലി ചെയ്യുന്നതിൽ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇവിടുന്ന് പോയി ഞാൻ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആവണം ആൻഡ് ഗ്രിഫിത്തിനൊപ്പം ഈക്വൽ ആയിട്ട് നിൽക്കണം. ആൻഡ് ഗഡ്സിനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ ഇവന്റെ ഗ്രിഫിത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗ്രിഫിത്ത് ആയിട്ടുള്ള ആ ഫൈറ്റിൽ ഗഡ്സ് ഗ്രിഫിത്തായിട്ട് തോറ്റുപോയിണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് പറയുന്നത് ഗഡ്സിന് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഗഡ്സിന് ഒരിക്കലും വേറൊരാളുടെ പറയുന്നതും വേറൊരാളുടെ ഒബേ ചെയ്ത് നടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ക്രോക്കസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ക്രോക്കസ് ചോദിക്കും ഇത്രയും നല്ല സൗഭാഗ്യങ്ങളെല്ലാം വിട്ടിട്ട് നീ മണ്ടനാണെന്നെല്ലാം ക്രോക്കസ് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ഗഡ്സും ജുഡായും പുറത്തോട്ട് പോകും ബാറിന്ന്. ആൻഡ് ക്രോക്കസ് അവിടെ തന്നെ ഇരിക്കും. ആൻഡ് ജുഡായി ഗഡ്സിനോട് ചോദിക്കും നീ ഒരു ഡ്രീം ഉണ്ട്, നിനക്കൊരു ഡ്രീം ഉണ്ട്, സോ നീ ആ ഡ്രീം നീ അച്ചീവ് ചെയ്യും. ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഹോക്സിലെ വലിയൊരാളാവുന്നു, അല്ല നീ നിന്റെ ഡ്രീം ഫോളോ ചെയ്തിട്ട് നീ ഗ്രിഫിത്തിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആളാവുന്നെല്ലാം ജുഡായി പറയും. അതിനുശേഷം ചോദിക്കും നീയും കാസ്കയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ജുഡായി ഗഡ്സിന്റെ അടുത്ത് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും കാസ്ക എന്നെ അല്ല ലവ് ചെയ്യുന്നത്, കാസ്ക ഗ്രിഫിത്തിനാണ് ലവ് ചെയ്യുന്നത് പറയും. ഓൾറെഡി ഈ ജുഡായിക്ക് അറിയാം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്, ഗഡ്സിനെ കാസ്കയും കാസ്കയ്ക്ക് ഗഡ്സിനെ. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതുകൊണ്ട് തന്നെ ഇവൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല അതിൽ. ഇതിനുശേഷം ജുഡായി ഭയങ്കര ചിരിച്ചുകൊണ്ട് ഗഡ്സിനോട് പറയും നിനക്ക് നീ മണ്ടനാണ്, കാരണം നിനക്ക് പെണ്ണുങ്ങളുടെ ഫീലിങ്സ് അറിയില്ല. അവള് ഗ്രിഫിത്തിനെ കാസ്ക കാണുന്ന ഒരു ദൈവമായിട്ടാണ്, പക്ഷെ നിന്നെ അങ്ങനെ അല്ല എന്നെല്ലാം ഗഡ്സിനോട് ഈ ജുഡായി പറയും. ആൻഡ് ഈ നാട്ടിലെ പ്രിൻസസിന് ഗ്രിഫിത്തിന്റെ മുകളിൽ ഒരു കണ്ണുണ്ട്. ആൻഡ് ഗ്രിഫിത്ത് മിക്കവാറും അവളെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക. കാരണം ഗ്രിഫിത്തിന്റെ ആഗ്രഹം ഈ നാടിന്റെ രാജാവാവുന്നതാണ്. സോ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രാജാവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് കാസ്കയല്ല ഈ റാണിയായിരിക്കും കല്യാണം കഴിക്കാന്നെല്ലാം പറയും. ആൻഡ് ഇപ്പൊ ഗഡ്സിന് കാര്യങ്ങളെല്ലാം ഏകദേശം ഇങ്ങനെ തെളിഞ്ഞു വരും. പക്ഷെ ഗഡ്സ് ഓൾറെഡി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഗഡ്സ് ഇതൊന്നും കാര്യമാക്കാണ്ട് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കും. ആൻഡ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും വൈറ്റ് ഹോക്സിലെ എല്ലാ മെമ്പേഴ്സും അവന്റെ മുന്നിൽ വരിക. ആൻഡ് മുന്നിൽ ഗ്രിഫിത്തും ഉണ്ടാവും. കാസ്ക എല്ലാരെയും പോയി വിളിച്ചു വന്നിട്ടുണ്ടാവും. ആൻഡ് പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഗഡ്സിന്റെ മേത്തോട്ട് വന്നിട്ട് പറയും നീ ഒരിക്കലും വൈറ്റ് ഹോക്സ് വിട്ട് പോകരുത്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ അത്രയും ഇഷ്ടമാണെന്നെല്ലാം ചെറിയ കുട്ടി പറയും. പക്ഷെ ഗഡ്സ് തീരുമാനം എടുത്തിട്ടുണ്ടാവും ഒന്ന് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ ഗഡ്സ് പോകാൻ വേണ്ടി നിൽക്കും. പെട്ടെന്ന് തന്നെ ഗ്രിഫിത്ത് അവന്റെ വാള് ഗഡ്സിന്റെ നേരെ ചൂണ്ടും. എന്നിട്ട് പറയും നീ ഈ ടീമിലോട്ട് ജോയിൻ ചെയ്തത് ഞാൻ നിന്നെ തോൽപ്പിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ നീ ഈ ടീം വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ എന്നെ തോൽപ്പിക്കണം എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സും അവന്റെ കത്തി എടുക്കും. ആൻഡ് ഇതിൽ കാസ്ക ആകെ കൺഫ്യൂസ് ആവും എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട്, ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്ക പറയും
പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും പറയും നമ്മളെല്ലാവരും മേഴ്സണറീസ് ആണ്, ഒരു കാര്യം തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് വേ എന്ന് ബാക്കിയുള്ള എല്ലാവരും പറയും. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കും. ആൻഡ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഗ്രിഫിത്ത് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇപ്രാവശ്യം ഗഡ്സിനെ കൊല്ലണമെന്ന്. കാരണം ഗഡ്സിനെ കൊന്നിട്ടില്ല, ഗഡ്സ് ഇവിടുന്ന് പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭാവിയിൽ ഗ്രിഫിത്തിന് അതൊരു പ്രശ്നമായിട്ട് വരുന്ന ഗ്രിഫിത്തിന് അറിയാം. കാരണം ഗഡ്സിന്റെ പവർ എന്താണെന്ന് ഗ്രിഫിത്തിന് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്യും ഗഡ്സിനെ ഇപ്പോൾ ഇവിടെ കൊല്ലണമെന്ന്. ആൻഡ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ആയിരിക്കത്തില്ല. ഗ്രിഫിത്ത് ഡോണ്ട് ഇവൻ ഗെറ്റ് എ ചാൻസ്, ഗ്രിഫിത്തിന് ഒരു ചാൻസ് പോലും കിട്ടില്ല. അപ്പോഴേക്കും തന്നെ ഗഡ്സ് അവനെ തോൽപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് കണ്ടിട്ട് വൈറ്റ് ഹൗസിലുള്ള എല്ലാവരും ഞെട്ടി നിൽക്കും. കാരണം ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് ഗ്രിഫിത്താണ് ഏറ്റവും പവർഫുൾ എന്നാണ്. പക്ഷെ ഇത്തവണ ഗഡ്സ് ഒരൊറ്റ സ്ലാഷിൽ തന്നെ ഗ്രിഫിത്തിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. ഗ്രിഫിത്തിനെ തോൽപ്പിച്ചതിനു ശേഷം ഗഡ്സ് തിരിഞ്ഞു പോലും നോക്കാണ്ട് മിഡ്ലാൻഡ് വിട്ടിട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഒരു തവണ പോലും ഒന്ന് തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. ആൻഡ് കാസ്ക അവിടുന്ന് ഗഡ്സ് എന്ന് അലറി വിളിച്ചുകൊണ്ട് വരും. കാസ്ക ഇവിടെ ഭയങ്കരമായിട്ട് സാഡ് ആവും. ആൻഡ് ഇതിനു ശേഷം ഗഡ്സ് ഓരോ നാടുകളായിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഒരു രാത്രി ഒരു കാട്ടിൽ അവൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിട്ടു വന്നത് ശരിയാണോ, എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ അവരെല്ലാം ഉപേക്ഷിച്ചു വന്നത് ശരിയാണോന്നെല്ലാം ഗഡ്സ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന്റെ ചുറ്റും ഒരു ഈവിൾ ഓറ ഇങ്ങനെ അവന് ഫീൽ ആവുക. ഇപ്പൊ ലാസ്റ്റ് സോഡിനായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു സെയിം ഫീൽ അവന് ഇപ്പൊ ഈ കാട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് തന്നെ അവന് ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കും. ആൻഡ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഒരു കുതിര പുറത്ത് ഒരു സ്കെലട്ടൺ ആർമർ ഇട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടാവുക. ആൻഡ് വന്ന പാടനെ അയാൾ ഗഡ്സിനെ വിളിക്കുന്നത് സ്ട്രഗളർ എന്നാണ്. വന്നതിന് ശേഷം ഇയാൾ ഗഡ്സിനോട് സ്ട്രഗളർ എന്ന് വിളിച്ചിട്ട് പറയും, ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത അമാവാസിയിൽ, അടുത്ത ഗ്രഹണത്തിൽ നീയും നിന്റെ ഫ്രണ്ട്സും എല്ലാവരും മരണത്തെ ഫേസ് ചെയ്യും. ആൻഡ് ഈ മരണത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ആൻഡ് ഈ മരണത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് അതിനായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് നിനക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ ഒരു ദിവസം പോലും ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ബ്രോക്കൺ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്യല്ലാണ്ട് നിനക്ക് വേറൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ നീ അത് എപ്പോഴും യൂസ് ചെയ്യുക ആൻഡ് എന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സ്കെലട്ടൺ അവിടുന്ന് പോകും. ഇതൊക്കെ കേട്ടിട്ട് ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇതൊരു സ്കൾ നൈറ്റ് ആണോ, അതോ ഞാൻ ഇല്യൂഷൻ ചെയ്യാണോ, ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതാണോ, ആൻഡ് ഇങ്ങനെല്ലാം സത്യമാണോ എന്നെല്ലാം ആലോചിച്ചിട്ട് ഗഡ്സ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത് കാണിക്കുന്നത് കാസിലായിരുന്നു. ആൻഡ് കാസിലിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസസ് ഭയങ്കര സാഡ് ആയിരിക്കും. ഒന്നാമത് അവളുടെ അമ്മ മരിച്ചിട്ടുണ്ടാവും, അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവൾ ഭയങ്കരമായിട്ട് സാഡ് ആയിരിക്കും. കൊന്നത് ഗ്രിഫിത്ത് ആണെന്നുണ്ടെങ്കിലും ഇവൾക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ ഭയങ്കര തനിമയിലായിരിക്കും. ആൻഡ് അങ്ങോട്ട് ഗ്രിഫിത്ത് വന്ന ഉടനെ ഇവൾ നേരെ ഗ്രിഫിത്തിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയും, എന്നെ വിട്ട് ഒരിക്കലും പോരുത്, എനിക്ക് ഭയങ്കര പേടിയാണെന്നെല്ലാം പറയും. ആൻഡ് ഇവിടെ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ, അതായത് ഫിസിക്കലി ഇൻവോൾവ് ആവാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ രണ്ടുപേരും ഇവര് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വാതിലിന്റെ ഉള്ളിൽ കൂടെ ഈ പ്രിൻസിന്റെ ഒരു മെയ്ഡ് ഇത് കാണുക, ഒളിഞ്ഞു നോക്കുക. ആൻഡ് ഇത് കണ്ട പാടന്നെ ഇവളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവള് നേരെ രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയും. ആൻഡ് ഇതെല്ലാം അറിഞ്ഞ രാജാവ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആകെ ദേഷ്യപ്പെടും. കാരണം ഗ്രിഫിത്തിന് ഇത്രയും ധൈര്യം, അവന് ഞാൻ ചെറിയൊരു സ്ഥലം കൊടുത്ത് അവൻ എന്റെ തലയിൽ കയറിയിരിക്കുന്നു, എന്റെ ചെറിയ മോളാണ് അവളെ തന്നെ ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആലോചിച്ചിട്ട് ഗ്രിഫിത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സോൾജേഴ്സിനെല്ലാം ഓർഡർ ചെയ്യും. ആൻഡ് ഇതറിഞ്ഞ് ഗ്രിഫിത്ത് തന്നെ അവിടെ നിന്ന് ഓടാൻ വേണ്ടി നോക്കും, അത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷെ എല്ലാ സോൾജേഴ്സും കൂടി അവനെ വളയും. ആൻഡ് വളഞ്ഞതിന് ശേഷം എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്തിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അണ്ടർഗ്രൗണ്ടിൽ കെട്ടിയിടും. ആൻഡ് കെട്ടിയിട്ട് അവിടുന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് അവിടുന്ന് ചാട്ടവാർ എടുത്തിട്ട് ഗ്രിഫിത്തിനെ അടിക്കാൻ തുടങ്ങും. ഗ്രിഫിത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് എല്ലാ അടിയും മേടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് രാജാവ് അവിടെ വന്നിട്ട് പറയും, നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു, എന്റെ ചെറിയ മോളെ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, നിന്നെ ഞാൻ വിശ്വസിച്ചു, ആൻഡ് ആ വിശ്വാസം നീ മുതലെടുത്തിട്ട് നീ എനിക്ക് തന്നെ ഇങ്ങനെ ദ്രോഹം ചെയ്തെന്നെല്ലാം പറഞ്ഞിട്ട് രാജാവ് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ഗ്രിഫിത്ത് ആദ്യം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, അടിയെല്ലാം മേടിച്ചിട്ട്. ആൻഡ് അതിനുശേഷം ഗ്രിഫിത്ത് രാജാവിനെ നോക്കി സംസാരിക്കാൻ തുടങ്ങും. ആൻഡ് ഗ്രിഫിത്ത് രാജാവിനോട് പറയും, എനിക്ക് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് തന്നെ ഒരു ഇഷ്ടമുണ്ട്. ആൻഡ് നിങ്ങളുടെ മോളെ കാണാൻ നിങ്ങളുടെ പഴയ വൈഫിനെ പോലെയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അവളായിട്ട് വേറൊരു തരത്തിലുള്ള ഇഷ്ടമല്ലേ, ഇങ്ങനെ ഒരു മോശപ്പെട്ട അച്ഛനായിട്ട് നിങ്ങൾ എന്നെ എന്തിനാ കുറ്റം പറയുന്നതെന്ന് ചോദിക്കും രാജാവിനോട് ഗ്രിഫിത്ത്. ആൻഡ് ഇതുകൂടെ കേട്ടപ്പോൾ രാജാവ് പൊളിഞ്ഞിട്ട് അലറി പറയാൻ തുടങ്ങും, അവളെന്റെ മോളാണ്, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് രാജാവ് പറയും, നിനക്കും നിന്റെ വൈറ്റ് ടോക്സിനും ഞാൻ ഈ രാജ്യത്ത് ഒരു സ്ഥാനം തന്നു, ആ സ്ഥാനം തന്നത് നീ ദുരുപയോഗം ചെയ്തു. ആൻഡ് ഇനി വൈറ്റ് ടോക്സും നീയും ഈ രാജ്യത്ത് ഇരിക്കാൻ പാടില്ല. ആൻഡ് ഇത് പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവന്റിനെ രാജാവ് അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഒരു വർഷത്തേക്ക് ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം, ഇവൻ മരിക്കാൻ പാടില്ല, എന്നാൽ ഇവൻ ജീവനുണ്ടെന്ന് ഇവനക്ക് തോന്നാനും പാടില്ല, അത്രയും രീതിക്ക് ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആ സെർവന്റിനോട് രാജാവ് പറയും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി സോൾജേഴ്സിനോട് രാജാവ് പറയും, എന്റെ പെണ്ണായിട്ട് ഇവൻ ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തൊരാൾ അറിയാൻ പാടില്ല. ഇൻ കേസ് ഒരാൾ ഇത് വേറെ പുറത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിനെ ഞാൻ ജീവനോടെ കത്തിക്കുന്നല്ല രാജാവ് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നേരെ
മോളുടെ റൂമിലോട്ട് പോകും. ആൻഡ് റൂമിലെത്തി ഇയാളുടെ തനി കുണം കാണിക്കാൻ തുടങ്ങും. ഇയാളുടെ മോളെ കാണാൻ ഇയാളുടെ പഴയ ഭാര്യയുടെ പോലെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇയാൾ അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. ആൻഡ് ഇത് മനസ്സിലാക്കിയ മോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തോട്ട് ചവിട്ടിയിട്ട് അവൾക്ക് ഇയാൾ ആരാണെന്നും എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നും കാര്യം മനസ്സിലായതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ആൻഡ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് രാജാവ് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എല്ലാ വൈറ്റ് ടോക്സ് മെമ്പേഴ്സിനെയും കൊല്ലണം എന്ന് അവിടുന്ന് ആജ്ഞയിടും. ആൻഡ് ഗ്രിഫിത്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഗ്രൗണ്ടിലോട്ട് വിളിക്കുന്നുണ്ടെന്ന് നുണ പറഞ്ഞിട്ട് വൈറ്റ് ടോക്സിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒരു ഗ്രൗണ്ടിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തും. ആൻഡ് ചുറ്റും മിഡ്ലാൻഡിന്റെ ആർമീസ് അവരെ വളയും. ആൻഡ് വളഞ്ഞതിന് ശേഷം ആരോസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ആരോസ് കൊണ്ടിട്ട് വൈറ്റ് ടോക്സിൽ ഒരുപാട് പേര് അവിടെ മരിച്ചു വീഴാൻ തുടങ്ങും. ചില പേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ലൈക്ക് കാസ്ക, ജുഡായു, ക്രോക്കസ് ആൻഡ് ഇവരെല്ലാം രക്ഷപ്പെടും. ആൻഡ് കാസ്കൊക്കെ എന്താ ഇവിടെ നടക്കുന്ന അറിയാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരായിട്ട് തിരിച്ചൊരു ഫൈറ്റ് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവിടെയുള്ള ബാക്കി മെമ്പേഴ്സിനോട് അലറി വിളിച്ച് പറയാൻ തുടങ്ങും. ആൻഡ് ഇനി ഗ്രിഫിത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിനെ അയാൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സെർവന്റ് മേത്ത് മുഴുവൻ അമ്പ് വെച്ച് കുത്തിയിറക്കിയിട്ടും കാലിന്റെ ഉള്ളിൽ കൂടെ നഖമെല്ലാം എടുത്തിട്ടും ആൻഡ് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗ്രിഫിത്തിന്റെ കഴുത്തിലുള്ള ബെഹലറ്റ് പൊട്ടിച്ചിട്ട് നിലത്തോട്ടിടും. നിലത്തോട്ടിട്ട് ബെഹലറ്റും ഗ്രിഫിത്തിനെ വെട്ടിപ്പോ ഇല്ലാണ്ടായി പോകും. ആൻഡ് ഇവിടെ കട്ടിയിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോയ വൈറ്റ് ടോക്സിലെ മെമ്പേഴ്സ് ഒരു കാട്ടിൽ ഒളിച്ചിരിക്കുന്നത് കാണിക്കും. അവിടെ കാസ്ക, ജുഡായു, ക്രോക്കസ്, പൈപ്പർ ഇവരെല്ലാം ഉണ്ടാവും. ആൻഡ് ഇവരെല്ലാം ഇപ്പൊ ആലോചിക്കായിരിക്കും എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും ചെയ്തത്, മിഡ്ലാൻഡ് ആർമീസ് നമ്മളെ എന്തിനാണ് അറ്റാക്ക് ചെയ്തത്, ആൻഡ് ഗ്രിഫിത്ത് എവിടെയാണെന്നായിരിക്കും ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇപ്പൊ ടീമിന് ഒരു ലീഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും തീരുമാനം എടുക്കും കാസ്ക് എന്ന ടീമിന്റെ ലീഡർ ആവണമെന്ന്. ആൻഡ് ഈ കാട്ടിലും മിഡ്ലാൻഡിന്റെ ആർമി മെമ്പേഴ്സ് അങ്ങോട്ട് വരും. ആൻഡ് ഇവർ വന്നത് കണ്ടതിന് ശേഷം വൈറ്റ് ടോക്സ് അവിടുന്ന് രക്ഷപ്പെടും. ആൻഡ് ഇങ്ങനെ ഒരു വർഷം അവർ ഓരോ കാർഡുകളായിട്ട് മാറി രക്ഷപ്പെട്ടുകൊണ്ട് നടക്കും. ആൻഡ് ഇതിന്റെ ഇടയിൽ ഒരുപാട് വൈറ്റ് ടോക്സിലെ മെമ്പേഴ്സ് വീണ്ടും മരിച്ചു പോയിണ്ടാവും. ആൻഡ് ഇങ്ങനെ ഒരു വർഷം കടന്നു പോയതിനു ശേഷം നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഓരോരോ നാട്ടിൽ പോയിട്ട് ആ നാട്ടിലുള്ള സ്ട്രോങ്ങസ്റ്റ് ആളെ ചലഞ്ച് ചെയ്തിട്ട് അവിടെ ഫൈറ്റ് ചെയ്തിട്ട് ജയിച്ചിട്ട് വീണ്ടും അടുത്ത നാട് ഇങ്ങനെ നോക്കി നടക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ഇവൻ ഒരു രാജ്യത്തെത്തും. ആൻഡ് ഒരു രാജ്യത്തെത്തിയതിനു ശേഷം അവിടെ ഒരു റെസ്ലിംഗ് പോലെ ആയിരിക്കും. അതായത് ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവും. ആ ചാമ്പ്യൻഷിപ്പിൽ നിങ്ങൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫൈറ്റ് ചെയ്ത ആളെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളെ തരും. അങ്ങനെ ആയിരിക്കും. ആൻഡ് അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സിലാത്ത് എന്ന് പറഞ്ഞൊരുത്തുണ്ടാവും, ഭയങ്കര പവർഫുൾ ആയിരിക്കും. പക്ഷെ സിലാത്തിനൊക്കെ ഈസി ആയിട്ട് ഗഡ്സ് അടിച്ചിടും. ആൻഡ് അടിച്ചിട്ട് ഇവനൊക്കെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന ആൾ അങ്ങോട്ട് വരിക. എന്നിട്ട് പറയും നീ എന്റെ കൂടെ കൂടിക്കാൻ നിനക്ക് ഞാൻ ഒരുപാട് പണം തരാം, നീ ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, നിനക്ക് അതിനനുസരിച്ച് പണം ഞാൻ തരാമെന്ന് പറയും. ആൻഡ് ഗഡ്സ് പറയും എനിക്ക് പണമൊന്നും വേണ്ട, നിങ്ങളടുത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ചലഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒപ്പോണൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ ഞാൻ അവരായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. ആൻഡ് ഇയാൾ പറയും എൻ്റെ അടുത്തൊരു ഫീമെയിൽ വാരിയർ ഉണ്ട്, ആ ഫീമെയിൽ വാരിയർ ഒരു ടൈമിൽ തന്നെ 10 പേരെല്ലാം കൊന്നു തള്ളും, സോ നീ അവളായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ചോദിക്കും. ആരാണ് അവളെന്ന് ഗഡ്സ് ചോദിക്കുമ്പോഴായിരിക്കും പറയും വൈറ്റ് ടോക്സ് എന്നൊരു മെഴ്സണറി ഗ്രൂപ്പിലുള്ളവളാണ്, അവൾ എവിടെയാണെന്നൊന്നും എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഞാൻ നിനക്ക് അവളെ കണ്ടുപിടിച്ചു തരാന്ന് പറയും. ആൻഡ് വൈറ്റ് ടോക്സ് എന്നുള്ള പേര് കേട്ട് തന്നെ ഗഡ്സ് ആകെ ഷോക്ക് ആവും. കാരണം വൈറ്റ് ടോക്സിലുള്ള എല്ലാവരും മരിച്ചു എന്നായിരിക്കും ഇത്രയും നാൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. ഈവൻ ഗഡ്സ് പോലും, ഗഡ്സിന് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഗ്രിഫിത്തും കാസ്കിയും ഒന്നും മരിക്കില്ല എന്ന്. പക്ഷേ റൂമർ എല്ലാം വൈറ്റ് ടോക്സിലെ എല്ലാ മെമ്പേഴ്സും മരിച്ചു എന്നായിരിക്കും. ആൻഡ് വൈറ്റ് ടോക്സ് സ്ട്രോങ്ങർ വുമൺ ഇത് കേട്ടപ്പോൾ തന്നെ ഗഡ്സിന് കാര്യം മനസ്സിലാവും ഇയാൾ പറയുന്നത് കാസ്കയെ പറ്റിയിട്ടാണെന്ന്. ആൻഡ് ഇപ്പൊ ഗഡ്സിന് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടും കാസ്കയും വൈറ്റ് ടോക്സിലെ ചില മെമ്പേഴ്സും ഒക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗഡ്സ് അവരെല്ലാം തേടി പോകാൻ വേണ്ടി തയ്യാറെടുക്കും. ആൻഡ് ഇതെല്ലാം സിലാത്ത്, ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സ്ട്രോങ്ങർ ഫൈറ്റർ ഉണ്ടെന്ന്, അവനെല്ലാം അത് കേട്ടോണ്ടിരിക്കും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാട്ടിനുള്ളിൽ ഒളിച്ച് താമസിക്കുന്ന വൈറ്റ് ടോക്സിനെ കാണിക്കും. വൈറ്റ് ടോക്സ് ഒരു വർഷമായിട്ട് മാറി മാറി താമസിക്കുന്നത് കൊണ്ട് തന്നെ ആൻഡ് കാസ്ക ഇവരെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് കാസ്ക ഭയങ്കരമായിട്ട് വീക്കറായി ഉണ്ടാവും. ആൻഡ് കാസ്ക റൂമിന്റെ ഉള്ളിൽ, അതായത് ടെന്റിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴായിരിക്കും ജുഡായി അങ്ങോട്ട് വരിക. ജുഡായി അങ്ങോട്ട് വന്നിട്ട് പറയും നീ ഭയങ്കര വീക്കറായി പോകുന്നുണ്ട്, നീയാണ് ഇപ്പോൾ വൈറ്റ് ടോക്സിനെ ലീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നീ പവർഫുൾ ആയിട്ട് ഇരിക്കണം എന്നെല്ലാം പറയും. അതിനുശേഷം ജുഡായി പറയും ഗ്രിഫിത്ത് എവിടെയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഗ്രിഫിത്തിനെ അണ്ടർഗ്രൗണ്ടിൽ അടച്ചു വെച്ചേക്കാണ്, പ്രിസണർ ആയിട്ട് അടച്ചു വെച്ചേക്കാണ്, അവിടെ വെച്ച് ടോർച്ചർ ചെയ്യാണ്. ആൻഡ് ഗ്രിഫിത്ത് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ജുഡായു കാസ്കയുടെ അടുത്ത് പറയും. ആൻഡ് ഇത് കേട്ടപ്പോൾ കാസ്കയ്ക്ക് ഒത്തിരി ആശ്വാസമാകും. കാരണം ഒരു വർഷമായിട്ട് ഗ്രിഫിത്ത് ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും ഇവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ആൻഡ് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ സിലാത്തിന്റെ ആർമീസ് അങ്ങോട്ട് വരിക. സിലാത്തിന്റെ ആർമീസും വന്നോട്ട് വൈറ്റ് ടോക്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വൈറ്റ് ടോക്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സിലാത്ത് നേരെ കാസ്കയെ അറ്റാക്ക് ചെയ്യും. ആൻഡ് കാസ്കയെ നിലത്തിട്ട് കാസ്കയെ വാള് ചൂണ്ടിയിട്ട് പറയും നീയാണോ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ വാരിയർ, നീ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. പെട്ടെന്നൊരു കാലം അങ്ങോട്ട് വരും. കാലം അങ്ങോട്ട് വന്നതിന് ശേഷം സിലാത്ത് 1/2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി വീഴും. നോക്കുമ്പോൾ ഗഡ്സ് ആയിരിക്കും. ഗഡ്സ് വന്നിട്ട് കാസ്കയോട് ചോദിക്കും ഇങ്ങനെയുള്ള സർക്കസ് കോമാളി എടുത്ത് നിന്നൊക്കെ നീ തോൽക്കാറായോ കാസ്ക എന്ന് ചോദിക്കും. ആൻഡ് കാസ്ക ഗഡ്സിനെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവും. ആൻഡ് ഗഡ്സ് അങ്ങോട്ട് വന്നതിന് ശേഷം സിലാത്തിന്റെ ആർമീസിനെല്ലാം അടിച്ച് തരിപ്പണാക്കാൻ തുടങ്ങും. ആൻഡ് ഇതുകൊണ്ട് തന്നെ അവർ പിന്മാറും. സിലാത്തിന്റെ ആർമീസും പിന്മാറിയിട്ട് അവിടുന്ന് പോകും.
ആൻഡ് ഗഡ്സ് വന്നുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം ഒരു വർഷമായിട്ട് ഗഡ്സിനെ പറ്റിയിട്ടും ഗ്രിഫിത്തിനെ പറ്റിയിട്ടും അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഗഡ്സ് ചോദിക്കും, ഒരു വർഷമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നെല്ലാം ചോദിക്കും. അപ്പോൾ ജുഡായി പറയും, പെട്ടെന്ന് ഒരു ദിവസം മിഡ്ലാൻഡിലെ ആർമീസ് എല്ലാവരും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അവിടെ തന്നെ വൈറ്റ് ഹൗസിൽ ഒരുപാട് പേര് മരിച്ചുപോയി. എന്തിനാണ് മിഡ്ലാൻഡ് ആർമീസ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആൻഡ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു വർഷം ഞങ്ങൾ കാടുകളായിട്ട് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത് കാസ്കയാണ്. ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ട് കാസ്കയെ ലീഡറാക്കി. ആൻഡ് കാസ്ക ലീഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് കൊണ്ടു നടക്കുകയാണ്. ആൻഡ് ഗ്രിഫിത്തിനാണെന്നുണ്ടെങ്കിൽ ടവർ ഓഫ് റീബർത്ത് എന്നുള്ള ഒരു സ്ഥലത്ത് അടച്ചു വെച്ചേക്കാണ് രാജാവ് എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആൻഡ് ഇതിന് ശേഷം ജുഡായി ഗഡ്സിനോട് ചോദിക്കും, നീ ഒരു വർഷമായിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഗഡ്സ് പറയും, ഞാൻ എന്റെ പുതിയ വാളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയും. ആൻഡ് ഗഡ്സിന്റെ പുതിയ വാൾ അങ്ങോട്ട് കാണിക്കും. അത് കണ്ടിട്ട് അവരെല്ലാവരും ഷോക്കാവും. കാരണം ഇത് ഗഡ്സിന്റെ പഴയ വാള് പോലെ തന്നെ ഉണ്ടായിരിക്കും, ഭയങ്കര വലുതായിട്ട്. ആൻഡ് ഇതിന് ശേഷം ജുഡായി പറയും, ഇൻഫാക്ട് നീ പോയതിനു ശേഷമാണ് ഗ്രിഫിത്ത് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയത്. നീ പോയതിനു ശേഷം അവൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. അവൻ ഞങ്ങളോടൊന്നും മര്യാദ സംസാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് എന്ത് പറയണമെന്ന് അറിയാണ്ട് നിൽക്കും. ആൻഡ് ഇതിന് ശേഷം ജുഡായി ഗഡ്സിനെ തനിച്ച് വിളിക്കും. ആൻഡ് തനിച്ച് വിളിച്ചിട്ട് പറയും, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കാസ്കക്ക് ഭയങ്കരമായിട്ട് ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഫീവർ വന്ന ടൈമിൽ അവൾ ഇൻഫാക്ട് മരിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആൻഡ് ആ സമയത്ത് പോലും അവള് നിന്നെയും ഗ്രിഫിത്തിനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നീ അവളായിട്ടൊന്ന് പോയി കാണുക, അവളായിട്ടൊന്ന് സംസാരിക്കുന്നത് ഗഡ്സിനോട് ജുഡായി പറയും. ആൻഡ് പെട്ടെന്ന് തന്നെ കാസ്ക അങ്ങോട്ട് വരും. കാസ്ക അങ്ങോട്ട് വന്നതിന് ശേഷം പറയും, നമുക്കിപ്പോൾ ഗ്രിഫിത്ത് എവിടെയുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലൊക്കേഷനിലോട്ട് പോയിട്ട് ഗ്രിഫിത്തിനെ രക്ഷിക്കണം എന്നെല്ലാം കാസ്ക ഓർഡർ ചെയ്യും. ആൻഡ് ഇത് കേട്ടിട്ട് വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം ഗ്രിഫിത്തിനെ രക്ഷിക്കാൻ പോവല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നാളെ രാവിലെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് പറയും. ആൻഡ് ഇതിന് ശേഷം കാസ്ക ഗഡ്സിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിലോട്ട് പോകും. മലയുടെ മുകളിലോട്ട് പോയിട്ട് പറയും, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാസ്ക അവളുടെ വാൾ എടുത്തിട്ട് ഗ്രിഫിത്തായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കാസ്ക അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രിഫിത്ത് അറ്റാക്ക് ചെയ്യാണ്ട് ഓരോ അടിയും ഡോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അപ്പൊ ചോദിക്കും, നീ ഒരു വർഷമായിട്ട് എന്നെ കണ്ടിട്ടില്ല, ഇപ്പൊ നീ എന്നെ കാണുമ്പോൾ നിനക്ക് എന്നെ കൊല്ലാനാണോ എന്റെ പ്ലാൻ എന്ന് ഗഡ്സ് കാസ്കയോട് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക പറയും, നീ ഒരു വർഷമായിട്ട് ഇല്ലായിരുന്നു. ആൻഡ് നീ പോയപ്പോ തൊട്ടാണ് ഗ്രിഫിത്ത് മാറാൻ തുടങ്ങിയത്. ഇൻഫാക്ട് നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ഞാൻ ഒരിക്കലും ഗ്രിഫിത്തിന്റെ ഫേവറേറ്റ് ആയിരുന്നില്ല, ഗ്രിഫിത്തിന്റെ ഫേവറേറ്റ് എപ്പോഴും നീ ആയിരുന്നു. സോ അതുകൊണ്ട് നീ പോയപ്പോഴാണ് അവൻ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കാസ്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് വേറെ താഴോട്ട് വീഴാൻ നോക്കും. ആൻഡ് താഴോട്ട് വീഴാൻ പോകുമ്പോൾ തന്നെ ഗഡ്സ് പെട്ടെന്ന് വന്നിട്ട് അവളെ പിടിക്കും. ആൻഡ് പിടിച്ചതിന് ശേഷം കാസ്ക ചോദിക്കും, ഇനി നീ എത്ര വട്ടം എന്നെ ഇങ്ങനെ രക്ഷിക്കടാ യു ഫൂൾ എന്ന് ചോദിക്കും. ആൻഡ് ഇതിന് ശേഷം കാസ്കയോട് ഗഡ്സ് പറയും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഗഡ്സ് കാസ്കയെ കിസ് ചെയ്യും. ആൻഡ് കിസ് ചെയ്തതിനു ശേഷം അവർ രണ്ടുപേരും ആ മലയിൽ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സിന്റെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് തുടങ്ങും. അവനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരാള്, ആൻഡ് ആ അബ്യൂസ് ചെയ്തതും അവന്റെ അച്ഛൻ അവനെ വിറ്റതും അതെല്ലാം അങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് തുടങ്ങും. ആൻഡ് അവന്റെ അച്ഛനെ അവൻ കൊന്നതെല്ലാം ആലോചിച്ചിട്ട് അവൻ അലറി വിളിക്കാൻ തുടങ്ങും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ ഗഡ്സ് അവന്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നതെല്ലാം പറയും. അവന്റെ അച്ഛൻ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അവനായിട്ട് തന്നെ അവന്റെ അച്ഛനെ കൊന്നു. സോ അത് ഭയങ്കരമായിട്ട് ഒരു റിഗ്രറ്റ് ആയിട്ട് അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സോ അതെല്ലാം കാസ്കയോട് അവൻ പറയും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് കാസ്ക അവന്റെ ഒരു വലിയ സീക്രട്ട് അവനോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കാസ്ക പറയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും പറഞ്ഞിട്ട് അവരന്ന് ആ രാത്രി ആ മലയിൽ തന്നെ സ്റ്റേ ചെയ്യും. ആൻഡ് ഇവർ സ്റ്റേ ചെയ്തതിനു ശേഷം രാവിലെ ആകുമ്പോൾ കാസ്ക ചോദിക്കും, ഗ്രിഫിത്തിനെ രക്ഷിക്കാൻ നിന്റെ അടുത്ത് എന്താ പ്ലാൻ എന്ന് ചോദിക്കും. അത് കേട്ടിട്ട് ഗഡ്സ് പറയും, ഞാനിപ്പോൾ വൈറ്റ് ഹൗസിൽ ഒരു മെമ്പർ അല്ല, അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിനെ രക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാവത്തില്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്കക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് കാസ്ക ചോദിക്കും, വീണ്ടും നീ ഞങ്ങളെ വിട്ട് പോവാണോ എന്ന് ചോദിക്കും. ആൻഡ് ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് ഗഡ്സ് ഒരു കഥ പറയാൻ തുടങ്ങും. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് അവനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വില്ലേജിൽ താമസിച്ചിട്ടുണ്ടാവും. ആൻഡ് ആ വില്ലേജിൽ തന്നെ വാളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്മിത്തിനെ അവൻ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് ആ സ്മിത്ത് അവൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് 50 വർഷമായിട്ട് അയാൾ ഇങ്ങനെ വാളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു പ്രാവശ്യം പോലും അയാൾക്ക് ഇത് ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ ബോറായിട്ടോ തോന്നിയിട്ടില്ല. ഓരോ തവണ ഓരോ വാളുകൾ ഉണ്ടാക്കുമ്പോഴും അതിന്നൊരു സ്പാർക്ക് വരും. ആ സ്പാർക്ക് അയാൾക്ക് എപ്പോഴും ഒരു സന്തോഷത്തെ കൊടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 50 വർഷമായിട്ട് അയാൾക്ക് ഒരു തവണ പോലും ഈ ജോലി ബോറടിച്ചിട്ടില്ല. ആൻഡ് അയാളെ പോലെ തന്നെയാണ് കാസ്ക ഞാനെന്ന് ഗഡ്സ് പറയും. കാരണം എന്റെ വാളാണ് എന്റെ ഡ്രീം. ഗ്രിഫിത്തിനെ പോലെ ഈ രാജ്യം അല്ലെങ്കിൽ ഈ ലോകം റൂൾ ചെയ്യണമെന്നൊന്നും എനിക്കില്ല. എനിക്ക് എന്റെ വാൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത് മാത്രമാണ് എൻ്റെ ഡ്രീം എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക വീണ്ടും പറയും, നീ പോവാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ പോവാ, അങ്ങനെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഗഡ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്കയോട് പറയും, നീ എൻ്റെ കൂടെ പോരെ, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്നെല്ലാം പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം ഇവനെന്നെ വിളിച്ചല്ലോ എന്നല്ല അടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിനെ രക്ഷിച്ചതിന് ശേഷം ഹോക്സിനെ ഗ്രിഫിത്തിന് കൈമാറിയിട്ട് ഗഡ്സിന്റെ കൂടെ പോവാന്ന് കാസ്കയും തീരുമാനിക്കും. ഇതേ സമയത്ത് സ്നേക്ക് പോലുള്ളൊരു ക്രീച്ചർ കാടുകളിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള ഒരു റൂമറെല്ലാം ആ നാട്ടിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇതേ സമയത്ത് നെക്സ്റ്റ് ഡേ തന്നെ ഇവര് വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സ് എല്ലാം മിഡ്ലാൻഡിന്റെ ക്യാപിറ്റലിലോട്ട് പോയിട്ട് ടവർ ഓഫ് റീബർത്ത് നിന്ന് എങ്ങനെയും ഗ്രിഫിത്തിനെ രക്ഷിക്കണം എന്നായിരിക്കും അവരുടെ പ്ലാൻ. ആൻഡ് അവരത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇതേ സമയത്ത് നമുക്ക് ഗ്രിഫിത്തിനെ കാണിക്കും. ആ പാനൽസ് എനിക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും വൾഗറാണ്.
സോ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ഭയങ്കരമായിട്ട് മെലിഞ്ഞുണ്ടാവും. ഗ്രിഫിത്തിന്റെ മേല് മുഴുവൻ മുറിവുകളായിരിക്കും. കാരണം ഒരു വർഷമായിട്ട് അവനിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത്രയും വൾഗറായിട്ട് അവന്റെ ബോഡി കാണിക്കും. ആൻഡ് ഇതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ഇങ്ങനെ ആലോചിക്കും, അവന്റെ ചെറുപ്പകാലം ആലോചിക്കും. അവന് എപ്പോഴും കാസിൽ നോക്കി അവൻ ഓടിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴെങ്കിലും ആ കാസിൽ അവൻ ഭരിക്കുന്നുള്ള ഒരു ചിന്തയിൽ അവൻ എപ്പോഴും കാസിൽ ഓടിക്കൊണ്ടിരിക്കും. ആൻഡ് ഇത് നേടാൻ വേണ്ടിയിട്ട് അവൻ ഇത്രയും നാൾ സഹിച്ച സാധനങ്ങളും ഫൈറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു പൊസിഷനിലോട്ട് വന്നിട്ട് ആ പൊസിഷൻ നിലനിർത്താൻ പറ്റാണ്ട് ഇപ്പൊ ഇങ്ങനെ കഴിയുന്നതെല്ലാം അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു വിചിത്ര രൂപം അവിടെ നിന്ന് വരും. ആൻഡ് വിചിത്ര രൂപം വന്നിട്ട് ഗ്രിഫിത്തിന്റെ വിരലുകളിൽ ഉമ്മ വെക്കും. ആൻഡ് ഉമ്മ വെച്ചിട്ട് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പ്രിൻസസ് എന്ന് പറയും. ആൻഡ് ഇതെല്ലാം ഗ്രിഫിത്ത് ഒരു ഇലൂഷൻ പോലെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു ഇലൂഷൻ ആണെന്നാണ് ഗ്രിഫിത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇതിനുശേഷം നമുക്ക് വൈറ്റ് ഓക്സിനെ കാണിക്കും. വൈറ്റ് ഓക്സ് 3 പിരിഞ്ഞുണ്ടാവും. വൈറ്റ് ഓക്സിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത സോൾജേഴ്സ് എല്ലാവരും കാട്ടിൽ തന്നെ ആയിരിക്കും. ഫൈറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് പറ്റുന്നവരെല്ലാം വിൻഡാമിന്റെ അണ്ടറിലായിരിക്കും. ആൻഡ് വിൻഡാം മിഡ്ലാൻഡിന്റെ ഒരു ഭാഗമായിരിക്കും, അവിടെ ആയിരിക്കും. ആൻഡ് കാസ്ക, ഗഡ്സ്, ജുഡായു, പിപ്പിൻ ഇവരെല്ലാരും കൂടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്തിനെ രക്ഷിക്കാൻ വേണ്ടി പോകും. ആൻഡ് രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശവങ്ങളെല്ലാം കുഴിച്ചിട്ടൊരു സ്ഥലത്തൂടെ പോകണം. ആൻഡ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരാണ് ജുഡായുവിന് ഇൻഫർമേഷൻ എല്ലാം, അതായത് ഗ്രിഫിത്ത് എവിടെയാണ്, എന്താ സംഭവിച്ചെന്നുള്ള ഗ്രിഫിത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത സ്പൈനെ കാണാം. സ്പൈ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസസ് ആയിരിക്കും, പ്രിൻസസ് ചാർലറ്റ് ആയിരിക്കും. ആൻഡ് പ്രിൻസസിനെ കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായി പോകും. ആൻഡ് എല്ലാവരും ഷോക്കായതിനു ശേഷം കാസ്ക ചോദിക്കും എന്താണെന്ന് സംഭവിച്ചത്, എന്തിനാണ് ഗ്രിഫിത്തിനെ ഞങ്ങളെ എല്ലാം രാജാവ് കൊല്ലാൻ നോക്കിയെന്ന്. ആൻഡ് പ്രിൻസസ് പറയും, അന്ന് രാത്രി ഗ്രിഫിത്ത് എന്റെ കൂടെയായിരുന്നു. ആൻഡ് ഇത് രാജാവ് അറിഞ്ഞു. ആൻഡ് രാജാവ് അറിഞ്ഞതിന് ശേഷം രാജാവിന് എപ്പോഴും അഭിമാനമാണ് വലുത്. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിന്റെ പോലെ ഒരാളെ കൂടെ ഞാനുള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ഗ്രിഫിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടും നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടും രാജാവ് ആജ്ഞയിട്ടു. ആൻഡ് ഇതാണ് അന്ന് നടന്നത്. അതുകൊണ്ടാണ് ഗ്രിഫിത്ത് ഞാൻ കാരണമാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം പ്രിൻസസ് ചാർലറ്റ് ഇവരോട് പറയും. ആൻഡ് ഇതിനുശേഷം ഇവരെല്ലാം റീബേർട്ട് ടവറിലോട്ട് എത്തും. റീബേർട്ട് ടവറിൽ എത്തിയതിനു ശേഷം ജുഡായി പറയും, ഈ ടവറിന്റെ ഉള്ളിൽ വലിയൊരു കുഴിയുണ്ട്. ആൻഡ് ഈ കുഴി മിഡ്ലാൻഡ് ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള കുഴിയാണ്. ആൻഡ് ഈ കുഴിയുടെ ഉള്ളിലോട്ട് പോയവരാരും പിന്നെ തിരിച്ച് ജീവനോടെ വന്നിട്ടില്ല എന്ന് പറയും. ആൻഡ് പ്രിൻസസ് പറയും, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഇതിന്റെ ഉള്ളോട്ട് വരാമെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക പറയും, ഇല്ല പറ്റത്തില്ല, കാരണം നീ ഇനിയും വന്നു കഴിഞ്ഞാൽ രാജാവ് അതിന് വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആക്കും. ആൻഡ് ഹോക്സിലുള്ളവർക്ക് വീണ്ടും അത് ആപത്തായി മാറും. സോ നീ വരണ്ടെന്ന് പറയും. പക്ഷെ പ്രിൻസസ് കേൾക്കത്തില്ല. പ്രിൻസസ് വീണ്ടും പറയില്ല, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അലറാൻ തുടങ്ങും. സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ടീമിലെ മെമ്പേഴ്സിലെ ഒപ്പം തന്നെ പ്രിൻസസും അവരുടെ കൂടെ തന്നെ പോകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാട്ടിലുള്ളവരെ കാണിക്കും. കാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും റെസ്റ്റ് ചെയ്യാതിരിക്കത്തില്ല. സോ റിക്കറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു പയ്യനില്ല അതിൽ, അവൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് റിവറിന്റെ അടുത്തോട്ട് പോകും. റിവറിന്റെ അടുത്തോട്ട് പോകുമ്പോഴായിരിക്കും അവൻ ആദ്യമായിട്ട് ഫെയറിയെ കാണുക. ഫെയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കൽ ക്രീച്ചർ പോലുള്ള ഒരു സാധനമാണ്. സോ ഇത് ആദ്യമായിട്ട് ഇവൻ കാണുമായിരിക്കും. ഇവൻ ഇത്രയും നാളത്തെ ഒരു ബിലീവ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ജസ്റ്റ് പറഞ്ഞു കിടക്കായിരിക്കും. സോ ഇത് ആദ്യം കണ്ടു തന്നെ ഇവൻ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കും. ആൻഡ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരും ഉണ്ടാവത്തില്ല. അതായത് ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്താന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു പാമ്പിനെ പോലുള്ള ക്രീച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ക്രീച്ചർ ഇവരെ എല്ലാവരെയും കഴിച്ചിട്ടുണ്ടാവും. അതായത് വൈറ്റ് ഓക്സിൽ അവിടെ റെസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും കഴിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇവനെ മാത്രം അവൻ നോക്കിയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റാണ്ട് സ്റ്റണ്ണായി നിൽക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ അവിടെ ആ സ്കൾനായിട്ട് വരും. ഗഡ്സിന്റെ അടുത്ത് പോയ സ്കൾനായിട്ട് ഇല്ലേ, ആ സ്കൾനായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ വരും. എന്നിട്ട് പറയും, നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയും. ആൻഡ് ഇയാളെ കണ്ടിട്ട് പേടിച്ചിട്ട് ആ ജീവി അവിടുന്ന് പോകും. ആൻഡ് എന്താപ്പം നടക്കുന്നതെന്നൊന്നും അറിയാണ്ട് റിക്കറ്റ് ആകെ അന്തം വിട്ട് നിന്ന് പോകും അവിടെ. ആൻഡ് ഇവിടെ കണ്ടിട്ട് നമുക്ക് വീണ്ടും ടവർ ഓഫ് റീബർത്ത് കാണിക്കും. വൈറ്റ് ഹൗസിൽ, അതായത് ഗാസ്കിയും ബാക്കിയുള്ള എല്ലാവരും അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് സ്റ്റെപ്സുകളിലൂടെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസസ് ചാർലറ്റ് ഈ ടവർ റീബർത്തിന്റെ കഥ പറയും, എങ്ങനെ ഇത് ഉത്ഭവിച്ചെന്ന്. മിഡ്ലാൻഡ് ജനിക്കുന്നതിന് മുന്നേ, അതായത് മിഡ്ലാൻഡ് എന്ന രാജ്യം ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ 4 ട്രൈബ്സ് ആണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ട്രൈബ്സിൽ ഉണ്ടായിരുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ ഗൈസറിക് എന്ന് പറഞ്ഞ ഒരു രാജാവിന് ഉത്ഭവം കൊള്ളും. ആൻഡ് ഈ രാജാവാണ് ഈ ട്രൈബ്സിനിടയിൽ യുദ്ധം എല്ലാം അവസാനിപ്പിച്ചിട്ട് അവരെല്ലാം ഒന്ന് ചേർത്തിട്ട് ഈ മിഡ്ലാൻഡ് എന്നുള്ള രാജ്യം ഉണ്ടാവുക. ഈ കിങ് ഗൈസറിക്കും നമ്മുടെ ഗഡ്സിന്റെ ഒക്കെ പോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ആൻഡ് ഇവർ ചെയ്യുന്ന ഓരോ വാറിലും മരിക്കുന്ന ആളുകളെല്ലാം കൊടുന്നിട്ട് ഈ ടവർ ഓഫ് റീബർത്തിൽ കൊടുന്നിടും. കാരണം അത്രയും ആഴത്തിലുള്ള ഒരു കുഴിയായിരിക്കും. സോ മരിക്കുന്നവരെല്ലാം ഇതിൽ കൊടുന്നിടും. അങ്ങനെയാണ് ഇതിന് ടവർ ഓഫ് റീബർത്ത് എന്നുള്ള പേരെല്ലാം വന്നെന്ന് പറയും. ആൻഡ് കിങ് ഗൈസറിക്ക് ഹെൽമെറ്റ്, അതായത് സ്കൾ ഹെൽമെറ്റ്, ഇതെല്ലാം കേട്ടപ്പോൾ ഗഡ്സിന് ഇങ്ങനെ മനസ്സിലാവും ഇവന്റെ അടുത്ത് ആരോ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഗഡ്സിന് ഇങ്ങനെ ആലോചന വരും. ആൻഡ് ഇങ്ങനെ ഇവർ പോയി അവസാനം ഗ്രിഫിത്തുള്ള റൂമിലോട്ട് എത്തും. ഗ്രിഫിത്തിനെ ആദ്യം കാണുന്നത് ഗഡ്സ് ആയിരിക്കും. ഗഡ്സ് കണ്ട പാടന്നെ ഷോക്കായി നിന്നു പോകും. കാരണം ഗ്രിഫിത്തിന്റെ മേല് തോലുകളെല്ലാം എടുത്തിട്ട് അത്രയും മെലിഞ്ഞ് മേല് മൊത്തം അത്രയും മുറിവുകളോടായിരിക്കും ഗ്രിഫിത്ത് അവിടെ കിടക്കുന്നുണ്ടാവുക. കയ്യിലെയും കാലിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞരമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവും.
ഉണ്ടാവും, ഒന്നും അനക്കാൻ പോലും പറ്റാത്ത രീതിക്ക് മൊത്തമായിട്ട്. ആൻഡ് ഗ്രിഫിത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടന്നെ ഗഡ്സ് ആകെ ദേഷ്യം കൊണ്ട് നിൽക്കും. ആൻഡ് ദേഷ്യം കൊണ്ട് നിന്നിട്ട് പറയും, ആരും ഇങ്ങോട്ട് വരല്ലേ, ഗ്രിഫിത്തിനെ ആരും ഇങ്ങനെ ഒരു നിലയിൽ കാണരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തടുത്ത് നിർത്തും എല്ലാവരെയും. ആൻഡ് ഗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്തിന്റെ മുകളിൽ, അതായത് തലയിൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഹെൽമെറ്റ് എടുത്ത് മാറ്റാൻ നോക്കും. ഹെൽമെറ്റ് എടുത്ത് മാറ്റാൻ നോക്കുമ്പോഴായിരിക്കും ഗ്രിഫിത്തിന്റെ മുഖത്ത് തൊലികളൊന്നും ഉണ്ടാവത്തില്ല. തൊലികൾ, മുഖത്തുള്ള എല്ലാ തൊലികളും പറിച്ചെടുത്ത് വെറും മസിൽസ് മാത്രമായിരിക്കും മുഖത്ത്. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിനെ കണ്ടിട്ട് ഗഡ്സ് ആകെ ഇമോഷണലി ഡൗൺ ആവും. ഗഡ്സ് വീണ്ടും ആ ഹെൽമെറ്റ് അവന്റെ മുഖത്തോട്ട് വെക്കും. ആൻഡ് ഗ്രിഫിത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാരെയും കണ്ടിട്ട് പോലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ആൻഡ് മിണ്ടാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ആകെ വണ്ടറടിച്ച് നിൽക്കുകയായിരിക്കും. ആൻഡ് അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാവരും ഗ്രിഫിത്തിനെ കാണുക. ഗ്രിഫിത്തിനെ കണ്ട ഉടനെ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗ്രിഫിത്തിനെ കണ്ടിട്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്കായി നിന്ന് പോകും. ആൻഡ് ഗഡ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സിന്റെ അടുത്തുള്ള ഒരു തുണി എടുത്തിട്ട് മൊത്തമായിട്ട് ഗ്രിഫിത്തിനെ കവർ ചെയ്യും. ആൻഡ് ഗ്രിഫിത്തിനെ എടുത്തിട്ട് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു നിൽക്കും. ആൻഡ് അപ്പോഴായിരിക്കും ആ റൂം ആരെ ലോക്ക് ചെയ്യാൻ, ആരെ ലോക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഗ്രിഫിത്തിനെ ഇത്രയും നാളായിട്ട് ടോർച്ചർ ചെയ്ത ആളില്ലേ അയാളായിരിക്കും. അയാൾ പറയും, ഞാൻ നിങ്ങളെല്ലാവരുടെ പൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഗഡ്സ് ചോദിക്കും, ആരാണ് ഗ്രിഫിത്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തെന്ന് ചോദിക്കും. അപ്പൊ ഇയാൾ പറയും, ഞാൻ തന്നെയാണ് ഇവനെ ഇത്രയും ടോർച്ചർ ചെയ്ത് ഒരു വർഷമായിട്ട്. ഇൻഫാക്ട് അവന്റെ നാവ് പോലും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗഡ്സിന് ഗ്രിഫിത്തിന്റെ നാവ് കാണിച്ചു കൊടുക്കും. ഗഡ്സ് ഇത് കണ്ട പാട് തന്നെ കൺട്രോൾ പോയിട്ട് അവന്റെ വാൾ എടുത്തിട്ട് ആ മതിലും ചേർത്ത് വെട്ടും. ആ ടോർച്ചർ ചെയ്ത ആളുടെ നാവ് അറുത്തെടുത്തിട്ട് അവനെ അവിടെ കൊന്നിട്ട് ഗ്രിഫിത്തിനെ എടുത്ത് ഇവിടുന്ന് പോകാൻ നോക്കും. അപ്പോഴായിരിക്കും മിഡ്ലാൻഡിന്റെ എല്ലാ സോൾജേഴ്സും അവിടെ വന്നിട്ടുണ്ടാവും. ആ മിഡ്ലാൻഡിന്റെ സോൾജേഴ്സിനെ കണ്ട പാടന്നെ ഗ്രിഫിത്ത് അവരെ എല്ലാവരെയും വെട്ടി നശിപ്പിക്കാൻ തുടങ്ങും. ഗഡ്സ് മുന്നിൽ നിന്നിട്ട് മുന്നിലുള്ള എല്ലാ മിഡ്ലാൻഡിന്റെ സോൾജേഴ്സിനെയും വെട്ടിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ടവറിന്റെ പുറത്തോട്ട് വരും. ടവറിന്റെ പുറത്തോട്ട് വന്ന് നോക്കുമ്പോഴായിരിക്കും മിഡ്ലാൻഡിന്റെ എല്ലാ സോൾജേഴ്സും അവരെ വളഞ്ഞു നിൽക്കുക. ആൻഡ് ഇവരുടെ കൂടെ തന്നെ രാജാവും വന്നിട്ടുണ്ടാവും. രാജാവ് ഭയങ്കരമായിട്ട് വീക്കറായി ഉണ്ടാവും. കാരണം രാജാവിന് ഈ ലാസ്റ്റ് 1 year ആയിട്ട് ഒരു ഡിസീസ് വന്നുകൊണ്ട് തന്നെ രാജാവ് ഭയങ്കര വീക്കറായി ഉണ്ടാവും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാം ആരോസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കും. അപ്പൊ രാജാവ് പറയും, എന്റെ മോള് അവരുടെ കൂടെ തന്നെ ഉണ്ട്, സോ ആരും അവരുടെ ഒന്നും ചെയ്യരുതെന്ന് പറയും. പക്ഷെ ദേഷ്യം അടങ്ങാത്ത ഗഡ്സ് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാവരെയും വെട്ടി കൊല്ലാൻ തുടങ്ങും. ആൻഡ് വെട്ടി കൊല്ലുന്നതിന് ഇടയ്ക്ക് തന്നെ കാസ്കയും മറ്റുള്ളവരും അവിടുന്ന് വന്ന ശവങ്ങളുടെ ഇടയിൽ കൂടെ വന്ന സ്ഥലത്തൂടെ തന്നെ തിരിച്ചു പോകാൻ തുടങ്ങും. ആൻഡ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ഗഡ്സും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ കൊന്നിട്ട് അവരുടെ കൂടെ ചേരും. ആൻഡ് ഒരുപാട് പേരെ കൊന്നതുകൊണ്ട് തന്നെ ഗഡ്സിന്റെ മുഖം മൊത്തം, ദേഹം മൊത്തം രക്തമായിരിക്കും. അപ്പൊ കാസ്ക ആ രക്തം എല്ലാം തുടച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇവര് പ്ലാൻ ചെയ്യും, ഇപ്പൊ വന്ന വഴി തന്നെ തിരിച്ചു പോവാം. ആൻഡ് വിൻഡാമിൽ അവരുടെ ബാക്കി മെമ്പേഴ്സ് ഉണ്ട്, അതായത് 3 ടീമായിട്ട് തിരിഞ്ഞാൽ പറ്റില്ല. ഒരു ടീം കാട്ടിലുള്ളവരെല്ലാം മരിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ടീം വിൻഡാമിൽ, അതായത് ബോർഡറിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ബോർഡറിൽ എടുത്തോണ്ട് നിൽಕೊಂಡು പോവാം. ആൻഡ് അവിടുന്ന് രക്ഷപ്പെടാന്നെല്ലാം തീരുമാനിച്ചുകൊണ്ട് നിൽക്കും. ആൻഡ് അവിടെ കട്ടിയത് നമുക്ക് രാജാവിനെ കാണിക്കും. രാജാവാണെന്നുണ്ടെങ്കിൽ ബാക്കിരാക്ക എന്ന് പറഞ്ഞിട്ടൊരു ആദിവാസി ടീമുണ്ട്. ആ ടീമിനെ വിളിക്കാൻ വേണ്ടി പറയും. അവരിപ്പോ ഇവരെ കൊല്ലണം എന്ന് പറയും. ആൻഡ് ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കും. ബാക്കിരാക്ക എന്നുള്ള ടീമിന് ഓർഡർ കൊടുക്കും. ബാക്കിരാക്ക ടീം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസികളുടെ ഇടയിലുണ്ടാകുന്ന ബേഴ്സണറീസ് ആണ്. ആൻഡ് ഈ ബാക്കിരാക്ക ടീമിലുള്ള ഓരോ മെമ്പേഴ്സിനും ഓരോ ഫൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്. നോർമൽ ഹ്യൂമൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരും ഭയങ്കര പവർഫുൾ ആണ്. ആൻഡ് ബാക്കിരാക്ക ടീമിനെ വിളിച്ചതിന് ശേഷം രാജാവ് പറയും, നിങ്ങൾ വൈറ്റ് ഹോക്സിലുള്ള എല്ലാവരെയും കൊല്ലണം, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകളെ എനിക്ക് ജീവനോടെ തന്നെ വേണമെന്ന് പറയും. ആൻഡ് ബാക്കിരാക്ക ടീമും ഇതിന് അഗ്രി ചെയ്യും. ആൻഡ് ബാക്കിരാക്ക ടീമും ഇത് അറിഞ്ഞിട്ട് ഇവർ പോകുന്ന ആ സീക്രട്ട് പാസേജ് വഴി തന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോകും. ആൻഡ് ഗ്രിഫിത്തിന്റെ ടീമിനെ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിരാക്ക ടീം അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരാൾ ഒളിച്ചു നിന്നിട്ട്, അതായത് വിഷമുള്ള ഒരു ആരോ വെച്ചിട്ട് ഗ്രിഫിത്തിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ ആരോ വരുന്ന കണ്ട പ്രിൻസസ് നേരെ ചാടി കയറിയിട്ട് ആ ആരോ അവളുടെ മേത്തോട്ട് എടുക്കും. ആൻഡ് ഇതൊരു പോയിസൺ വെച്ചിട്ടുള്ള ആരോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രിൻസസ് അവിടെ മയങ്ങി വീഴാൻ തുടങ്ങും. സോ പ്രിൻസസ് ഇങ്ങനെ മരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ബാക്കിരാക്ക മെമ്പേഴ്സിൽ വരുന്ന ഒരാൾ പറയും, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, അതായത് നിങ്ങളിപ്പോ പ്രിൻസസിനെ നിങ്ങളുടെ അടുത്ത് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അതിന്റെ ആന്റിഡോട്ട് ഉണ്ട്, സോ ഞങ്ങൾക്ക് പ്രിൻസസിനെ രക്ഷിക്കാന്ന് പറയും. ആൻഡ് ഇതിനായിട്ട് തന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം പ്രിൻസസിനെ നേരെ അവരുടെ അടുത്ത് കൈമാറും. ആൻഡ് ഇവർ നേരെ അവിടെ പ്രിൻസസിനെ രക്ഷിച്ചിട്ട് നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ആൻഡ് ഇവര് പ്രിൻസസിന്റെ അടുത്ത് പോയ സമയത്ത് തന്നെ ഗ്രിഫിത്തിന്റെ ടീം അവിടുന്ന് നേരെ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങും. അതായത് എല്ലാം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങും. പക്ഷെ വീണ്ടും ബാക്കിരാക്ക ടീം വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. ഇപ്രാവശ്യം ഞങ്ങൾ നിങ്ങളെയാണ് കൊല്ലാൻ വന്നേ പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ബാക്കിരാക്ക ടീം എത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ഗഡ്സിന്റെയും ബാക്കിയുള്ള കാസ്കയുടെ അത്രയൊന്നും സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഹോക്സിലെ മെമ്പേഴ്സ് ഇവരെല്ലാവരും അടിച്ചിടും. ആൻഡ് ഇവരെല്ലാം തോൽപ്പിച്ചതിന് ശേഷം അവർ ആ സീക്രട്ട് പാസേജ് വഴിയിട്ട് പുറത്തോട്ട് വരും. ആൻഡ് അങ്ങനെ വന്നതിന് ശേഷം വിഡ്ഡാമിന്റെ അടുത്ത് പോകണം, ബാക്കിയുള്ള വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സിന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് അവിടെ കട്ടിത്തിട്ട് കൊട്ടാരം കാണിക്കുക. കൊട്ടാരത്തിലെത്തിയ പ്രിൻസസ് ആദ്യ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ 1 വർഷം അവനായിട്ടിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലാക്കൊല ചെയ്തു, ഇപ്പോഴേ നിങ്ങളുടെ വെഞ്ചൻസ് നിർത്തിയിട്ട് നിങ്ങൾ അവനെ വെറുതെ വിടുന്നു പറയും. ഗ്രിഫിത്തിനെ വെറുതെ വിടുന്ന പ്രിൻസസ് രാജാവിനോട് കേൺ അപേക്ഷിച്ചു. ആൻഡ് രാജാവ് ഇത് കേട്ടിട്ട് ഓക്കെ, ഇനി അവനെ ഞാൻ വെറുതെ വിടാന്ന് പറയും. ആൻഡ് ഇത് കേട്ട് പ്രിൻസസ് ഒന്ന് ആശ്വസിക്കും. ആൻഡ് ഇതിന് ശേഷം രാജാവ് അയാളുടെ തളപതിയെ വിളിക്കും. തളപതിയെ വിളിച്ചിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് വിളിച്ചിട്ട് പറയും, പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിനെ വിളിക്കണം. ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിനെ വിളിച്ചിട്ട് വൈറ്റ് ഹോക്സിലെ എല്ലാ മെമ്പേഴ്സിനെയും കൊല്ലണം എന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തളപതിയോട് പറയും. ആൻഡ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസണേഴ്സ് ആണ്, അതായത് രാജാവ് അടച്ചു വെച്ചേക്കുന്ന പ്രിസണേഴ്സ് ആണ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ്. അതിൽ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് വൈൽഡ്. ഇവരെ എങ്ങനെയാ രാജാവ് തെരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഹോക്സിന്, അതായത്
ഓർഡർ ചെയ്തതിനു ശേഷം വൈറ്റ് ഹൗസിനെ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തതിനു ശേഷം ഇവർക്ക് രാജാവിന് പുതിയൊരു മേഴ്സണറി ടീം വേണമല്ലോ. അതുകൊണ്ട് തന്നെ രാജാവ് ആ നാട്ടിലുള്ള പ്രിസണർ ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ ഇടയിൽ തന്നെ ഫൈറ്റ് വെക്കും. ആൻഡ് ആ ഫൈറ്റിനുള്ളിൽ ജയിക്കുന്ന ആളായിരിക്കും വൈൽഡ്. ആൻഡ് വൈൽഡ് അവിടെ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ പവർഫുൾ ആയിട്ട് ഏറ്റവും ഭാരം കൂടിയ ഒരാളൊക്കെ തന്നെ ഈസി ആയിട്ട് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വൈൽഡ് വെച്ചിട്ട് വൈൽഡിനെ കൊണ്ട് തന്നെ ഒരു പുതിയ ടീം രൂപീകരിക്കും. ആ ടീമാണ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ്. സോ ആ ടീമിനോട് ഇപ്പോൾ വൈറ്റ് ഹോക്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. ആൻഡ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിന് ഓൾറെഡി വൈറ്റ് ഹോക്സിനെ പറ്റി അറിയാമായിരുന്നു, കാരണം ഇവർ അത്രയും ഫേമസ് ആയിരുന്നു മിഡ്ലാൻഡിൽ. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിന്റെ അടുത്തും വൈറ്റ് ഹോക്സിന്റെ അടുത്തും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്രഡ്ജ് ഉണ്ടാവും. ആൻഡ് ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു ടീമാണ്, കാരണം പ്രിസണേഴ്സ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട് ആളുകളെ കൊല്ലും. ആൻഡ് ഇതേ സമയത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സിനെ കാണിക്കും. ഗഡ്സും കാസ്കയും എല്ലാം ഓൾമോസ്റ്റ് ബോർഡറിന്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. ആൻഡ് ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോഴ്സസ് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലോട്ട് ചെല്ലും. വീട്ടിലോട്ട് ചെന്നിട്ട് അവരുണ്ടായിരുന്ന അവിടെ നിന്ന് ഹോഴ്സിനെ എല്ലാവരും ചോദിക്കും. ആൻഡ് ഈ ഫാമിലിക്കും വൈറ്റ് ഹോക്സിനോട് ഭയങ്കര മതിപ്പായിരിക്കും, കാരണം വൈറ്റ് ഹോക്സ് അല്ലേ ഈ രാജ്യത്തിന് വേണ്ടി ഇതെല്ലാം വിജയിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സിന് ഇവർക്ക് ഭയങ്കര മതിപ്പായിരിക്കും, ഹീറോസിനെ പോലെ ആയിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ ഇവർ ചോദിച്ച കുതിരകളെല്ലാം ആ ഫാമിലി സന്തോഷത്തോടെ തന്നെ കൊടുക്കും. ആൻഡ് ഈ കുതിര വണ്ടിക്ക് പകരമായിട്ട് കാസ്ക് ഇവർക്ക് പണം ഓഫർ ചെയ്യും. ആൻഡ് പണം ഓഫർ ചെയ്യുമ്പോൾ ഇവരെല്ലാവർക്കും ഹീറോസ് ആയിട്ടായിരിക്കും ഈ ഫാമിലി കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർ പണം മേടിക്കത്തില്ല, അതൊരു ഹോണർ ആയിട്ട് അവർ കരുതും. ആൻഡ് ഇതിന് ശേഷം ഇവർ വണ്ടി എടുത്തിട്ട് പോകും ഇവിടുന്ന്. ആൻഡ് പോകുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഗ്രിഫിത്തിനെ കാണിക്കുക. ഗ്രിഫിത്തിന് ഒരു സാധനം പിടിക്കാൻ പോലും ആവതില്ലാണ്ടായിരിക്കും. ആൻഡ് ഗ്രിഫിത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ ആ കൊട്ടാരം നോക്കി ഓടുന്നത്, ചെറുപ്പകാലത്ത് ആ കൊട്ടാരം നോക്കി ഓടുന്നത്. ആൻഡ് അവന്റെ ഡ്രീമിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഗ്രിഫിത്ത്. ആൻഡ് ഇവർ അവിടുന്ന് പോയതിനു ശേഷമായിരിക്കും ആ വീട്ടിലോട്ട് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ് വരിക, വൈൽഡ് വരിക. ആൻഡ് വൈൽഡ് വന്ന് ചോദിക്കും, നിങ്ങൾ ഈ ഭാഗത്തോടെ ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് ഇവരും പറയും, ഇല്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെല്ലാം നുണ പറയും. ആൻഡ് ഇവർ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കിയ വൈൽഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൊടൂരായിട്ട് കൊല്ലും. ആൻഡ് കൊന്നതിന് ശേഷം അവരുടെ ബോഡി എല്ലാം അവരുടെ ആർമറിൽ കുത്തി വെച്ചിട്ട് ഗഡ്സിന്റെ ടീമിന്റെ പിന്നാലെ പോകാൻ തുടങ്ങും. ആൻഡ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ് ഇങ്ങനെ അവരെ എല്ലാവരും അവരുടെ ആർമറിൽ കുത്തി വെച്ച് വരുന്നത് കണ്ട കാസ്ക ചോദിക്കും, ആരാണ് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ജുഡായി പറയും, ഇവരാണ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ്, ഇവര് ഭയങ്കര മോശപ്പെട്ടവരാണ്, പ്രിസണേഴ്സ് ആണ്, ഇവർക്ക് വൾഗാരിറ്റിയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ കൊല്ലാന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല എന്നെല്ലാം പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും, ഞാൻ അവരായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗഡ്സ് അവിടെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഗഡ്സിന്റെ ഒപ്പം തന്നെ പിപ്പിനും ഉണ്ടാവും. ആൻഡ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഇവർ രണ്ടുപേരും ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിൽ ഒരുപാട് പേരെ കൊല്ലാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ കൊല്ലാൻ തുടങ്ങി ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗഡ്സിന്റെ മുന്നിൽ വൈൽഡ് വന്ന് നിൽക്കാൻ. വൈൽഡ് വന്ന് നിന്നപ്പോൾ തന്നെ ഗഡ്സിന് കാര്യം മനസ്സിലാവും, ഇവനൊരു നോർമൽ ഹ്യൂമൻ അല്ലാന്ന് മനസ്സിലാവും. പക്ഷെ ഗഡ്സ് അവനെ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് അവന്റെ വാൾ എടുത്തിട്ട് വൈൽഡിന്റെ മേലെ വീശും. പക്ഷെ വാൾ എടുത്ത് വീശുന്ന സമയത്ത് തന്നെ വൈൽഡ് നേരെ ഗഡ്സിന്റെ കൈ ബ്ലോക്ക് ചെയ്യും. ആദ്യമായിട്ടായിരിക്കും ഗഡ്സിന്റെ കൈ ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കും. ആൻഡ് ഇതിനുശേഷം പറയും, ഞാൻ നിന്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചിരിക്കാന്ന് വൈൽഡ് ഗഡ്സിനോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഗഡ്സിന് ഭയങ്കരമായിട്ട് ടഫായിട്ട് തോന്നും ഇവനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. ഗഡ്സിന്റെ അറ്റാക്ക് ഒന്നും വൈൽഡിന് ഏൽക്കുന്ന പോലും ഉണ്ടാവില്ല. ആൻഡ് ഈ കാര്യം കാസ്കൊക്കെ മനസ്സിലാവും, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാരണം വൈറ്റ് ഹൗസിലെ 4-5 പേര് മാത്രമേ ഇവരുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കാസ്ക പറയും, ഇപ്പൊ ഇവിടുന്ന് വേഗം പോകണമെന്ന് പറയും. ആൻഡ് ഗഡ്സിനും പിപ്പിനും കാര്യം മനസ്സിലായി, ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കും. ആൻഡ് മൊത്തം ഇവരെല്ലാവരും കൂടി ഓടിയിട്ട് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. ആൻഡ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിനു ശേഷം കാസ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൺ പൗഡർ ആ ബ്രിഡ്ജിന്റെ മുകളിലിട്ട് ആ ബ്രിഡ്ജ് മൊത്തമായിട്ട് പൊട്ടിച്ച് കളയും. ഇവർ നേരെ ബോർഡർ നോക്കിയിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ട്രാവൽ ചെയ്ത് പോകുമ്പോഴായിരിക്കും ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ് കാട്ടിലൂടെ അവരുടെ മുന്നോട്ട് വന്ന് നിൽക്കും. അതായത് ഇവര് പാലം പൊട്ടിച്ച് മുന്നോട്ട് പോയപ്പോൾ അവരുടെ മുന്നോട്ട് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സ് വന്ന് നിൽക്കും. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോക്കസും ബാക്കി വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സും അവിടെ വന്ന് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ബോർഡറിലായിരുന്നു. ആൻഡ് ഇവരും ബോർഡറിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോക്കസ് അവിടെ വന്നോട്ട് നിൽക്കും. ആൻഡ് വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സിലെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ നേരെ അവരെല്ലാവരും അറ്റാക്ക് ചെയ്യും, ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിൽ ഓരോരുത്തരായിട്ട് മരിക്കാൻ തുടങ്ങും. ആൻഡ് ഗഡ്സ് ഇവിടെ നേരെ പോയിട്ട് വൈൽഡിന്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വൈൽഡിന്റെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വൈൽഡ് പറയും, എന്റെ അടുത്ത് സോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഭയങ്കര സ്ട്രോങ്ങർ ആണെന്ന്. ആൻഡ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നീ അത്രയും സ്ട്രോങ്ങർ ആണെന്ന്, കാരണം നീ എന്നെ ഒന്നും അറ്റാക്ക് ചെയ്യുന്ന പോലും ഇല്ല അറിയാം. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സിന് കൺഫേം ആവും ഇവന് സോഡിനെ പറ്റി അറിയാം, ഇവനൊരു മോൺസ്റ്റർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഗഡ്സിന് കൺഫേം ആവും. ഗഡ്സ് അവന്റെ വാൾ എടുത്തിട്ട് നേരെ വൈൽഡിന്റെ തല വെട്ടാൻ വേണ്ടി വീശും. പക്ഷെ തല വെട്ടാൻ വേണ്ടി വീശ കത്തി വൈൽഡ് അവന്റെ പല്ല് കൊണ്ട് കടിച്ചു പിടിക്കും. ഇതോടെ ആയപ്പോൾ ഗഡ്സിന് കൺഫേം ആവും ഇവനൊരു നോർമൽ ഹ്യൂമൻ അല്ല, ഇവൻ എന്തായാലും ഒരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം ഗഡ്സിന് കൺഫേം ആവും. ആൻഡ് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാസ്ക് എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഗ്രിഫിത്തിനെ നേരെ എടുത്തിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കും. കാരണം ഗ്രിഫിത്തിന് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ആൻഡ് ഒരടി ഗ്രിഫിത്തിന് വന്ന് വീണ് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് അവിടെ തന്നെ മരിച്ചു. അതുകൊണ്ട് തന്നെ ആരും കാണാത്തൊരു സ്ഥലത്തോട്ട് ഗ്രിഫിത്തിനെ കാസ്ക മാറ്റും. ആൻഡ് ഇവിടെ ഗ്രിഫിത്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റ് എല്ലാം കണ്ടിട്ട് എങ്ങനെയും ഫൈറ്റിൽ ഇൻവോൾവ് ആവണമെന്ന് ആലോചിക്കും. ആൻഡ് അവന്റെ കൈ അവൻ അനക്കാൻ നോക്കും. പക്ഷെ കൈ അനക്കാൻ പോലും അവനെ കൊണ്ട് മര്യാദക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം കയ്യിലെയും കാലിലുള്ള ഞരമ്പുകളെല്ലാം വെട്ടിയുണ്ടാവും. അതുകൊണ്ട് അവന്റെ കത്തി എടുക്കാൻ പോലും അവനെ കൊണ്ട്
കാര്യം അതൊക്കെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കും. ഗ്രിഫിത്ത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. അവനെ കൊണ്ടൊന്നും എണീക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അവനായിരുന്നു വൈറ്റ് ഹോക്സിനെ ലീഡ് ചെയ്തുകൊണ്ട് അവനെ കണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാവരും ഇൻസ്പയർ ആയിരുന്നു. ഇപ്പൊ അവനെ കൊണ്ടൊന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. ആൻഡ് ഇവിടെ വൈറ്റ് ഹോക്സും ബ്ലാക്ക് ഡോഗ് നൈറ്റ്സും ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ഹോക്സ് ഭയങ്കരമായിട്ട് എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ആൻഡ് വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം ട്രെയിൻഡ് സോൾജേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ബ്ലാക്ക് ഡോഗ്സിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ തോക്കുന്ന മനസ്സിലാക്കിയ ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിലെ ഒരാള് വൈൽഡിനോട് പറയും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് വൈൽഡ് ഇനിയാണ് ഫണ്ണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിനെ അങ്ങോട്ട് ഇടിക്കും കൈ വെച്ചിട്ട്. ആൻഡ് ആ മരം രണ്ടായി മുറിഞ്ഞു വീഴും. ആൻഡ് ആ മരം എടുത്തിട്ട് ആ ബ്ലാക്ക് ഡോഗ്സിലുണ്ടായിരുന്ന എല്ലാവരെയും വൈൽഡ് കൊല്ലും. സ്വന്തം ടീമിലുള്ളവരെ അവൻ കൊല്ലുന്ന കണ്ടിട്ട് വൈറ്റ് ഡോഗ്സിലെ മെമ്പേഴ്സ് എല്ലാം നോക്കി നിൽക്കും, അതായത് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. ആൻഡ് ഇതിനുശേഷം വൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡിന്റെ ശരിക്കുള്ള ഫോം അവിടെ എടുക്കും. കാരണം ശരിക്കുള്ള ഒരു രൂപം എടുക്കും. അവനൊരു ഒപ്പോസലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ശരിക്കുള്ള മനുഷ്യരായിരിക്കത്തില്ല, അവനൊരു ഒപ്പോസലായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ ചെസ്റ്റിലൊരു വായും ഒരു കണ്ണും കയ്യിലെല്ലാം കണ്ണുകളുണ്ടാവും. ഇത്രയും നാളൊരു നോർമൽ ഹ്യൂമണിനെ പോലെ ജീവിക്കായിരുന്നു. ശരിക്കുള്ള ഒരു നോർമൽ ഹ്യൂമൺ അല്ല, ഇവനൊരു വലിയൊരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ഇതിനുശേഷം വൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു മരയും ഇടിച്ചിടും. ആൻഡ് മരം ഇടിച്ചിട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ഡോഗ്സിലെ മെമ്പേഴ്സിനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യും. ആൻഡ് ചില വൈറ്റ് ഡോഗ്സ് മെമ്പേഴ്സിന്റെ അവന്റെ വായ വെച്ച് തന്നെ കടിച്ചവൻ കൊല്ലും. ആൻഡ് ഇത് കണ്ട കാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ വൈറ്റ് ഡോഗ്സ് മെമ്പേഴ്സിനോടും റിട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി പറയും. പക്ഷെ ഗഡ്സ് അവിടെ നിന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാണ്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കും. പക്ഷെ വൈൽഡ് ഒരു ഒറ്റ അടിയായിരിക്കും ഗഡ്സിനെ. ഗഡ്സ് ദൂരം പോയി മരങ്ങളുടെ ഇടയിൽ കൂടെ പോയി വീഴും. ഗഡ്സ് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. ഇത് കണ്ട കാസ്ക ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. കാസ്ക നേരെ ഗഡ്സിന്റെ അടുത്ത് ഓടി പോയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി പറയും. എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ ചത്ത് പോകുന്നെല്ലാം പറഞ്ഞിട്ട് ഗഡ്സിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വൈൽഡ് വരും. വൈൽഡ് വന്നിട്ട് നേരെ കാസ്കയെ പിടിക്കും. കാസ്കയെ പിടിച്ചിട്ട് കാസ്കയെ കൊല്ലാൻ നോക്കും. എന്റെ കാസ്കയെ പിടിച്ചത് കണ്ട ഗഡ്സ് വേഗം അവിടെ നിന്ന് എണീറ്റിട്ട് അവന്റെ വാൾ എടുത്തിട്ട് വൈൽഡിനെ ഒരു വെട്ട് വെട്ടും. ഈ വെട്ടില് ഗഡ്സിന് വൈൽഡിന് നന്നായിട്ട് ഡാമേജ് ചെയ്യും. ആൻഡ് ഈ ഡാമേജ് കൊണ്ടിട്ട് വൈൽഡിന് നന്നായിട്ട് പെയിൻ ചെയ്യും. ആൻഡ് അങ്ങനെ ഡാമേജ് ആയ വൈൽഡ് കാസ്കയെ നിലത്തോട്ടിടും. കാസ്ക എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേഗം വാ ഇവിടുന്ന് പോവാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ഷട്ട് ദ ഫക്ക് അപ്പ് ആൻഡ് ഹൈഡ് എന്ന് പറയും, എവിടെയും പോയി ഒളിക്കടി എന്ന് പറയും. ഇപ്പൊ ഗഡ്സിന് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് വൈൽഡിനെ അറ്റാക്ക് ചെയ്യേണ്ടത്. കാരണം ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അടിക്കാൻ പറ്റുന്ന കാര്യം ഗഡ്സിന് മനസ്സിലാവും. കാരണം അവന്റെ വായന്ന് ഒരു കൈ പോലെ വരും. ആ കൈന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവന് ഡാമേജ് ഉണ്ടാവും എന്നുള്ള കാര്യം ഗഡ്സിന് മനസ്സിലാവും. പക്ഷെ ഇവിടെ വൈൽഡിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണം ആദ്യമായിട്ടായിരിക്കും അവൻ്റെ ഒരാൾ ഇങ്ങനെ ഡാമേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈൽഡിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഗഡ്സിനെടുത്ത് ദൂരെ എറിഞ്ഞു കളയും. ആൻഡ് ഈ എറിഞ്ഞതിന്റെ എഫക്റ്റിൽ ഗഡ്സ് നേരെ പോയിട്ട് ഒരു മരത്തിൽ പോയി ഇടിക്കും. ആൻഡ് മരത്തിൽ പോയി ഇടിച്ചിട്ട് ഓൾമോസ്റ്റ് അൺകോൺഷ്യസ് ആവാൻ വേണ്ടി പോകും. ആൻഡ് അങ്ങനെ പോകുമ്പോഴായിരിക്കും അവന്റെ പാസ്റ്റ് അവന് ആ ഒരു വർഷമല്ലേ, ആ ഒരു വർഷത്തെ ഓർമ്മകൾ അവന് വരിക. ആൻഡ് അവിടുന്ന് ഒരു ചെറിയ പെൺകുട്ടി അവനെ ചോദിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നത്, ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ഗഡ്സ് പറയും ഒരു മോൺസ്റ്ററെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആ മോൺസ്റ്റർ മാത്രമാണ് എനിക്ക് അത്രയും ടഫ് തന്ന ഒരാൾ. സോ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് പറയും. ആരെ പറ്റിയത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഡിനെ പറ്റിയിട്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ സോഡിനെ പോലെ തന്നെ വേറൊരാൾ, അതായത് വേറൊരു മോൺസ്റ്റർ അവന്റെ മുന്നിലുണ്ട്. അപ്പോൾ അവനെങ്ങനെയും കൊല്ലണം എന്നുള്ള കാര്യമെല്ലാം അവനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതിൽ വീണ്ടും ഗഡ്സ് കോൺഷ്യസിലോട്ട് വരും. ഈ ആലോചിക്കുന്നതിൽ വീണ്ടും ഗഡ്സ് കോൺഷ്യസിലോട്ട് വന്നിട്ട് ഗഡ്സ് അവന്റെ ഫുൾ പവർ എടുത്തിട്ട് വൈൽഡിനൊരു വെട്ടും. ആൻഡ് ഈ വെട്ടിൽ ഭയങ്കരമായിട്ട് വൈൽഡ് ഡാമേജ് ഉണ്ടാവും. ആൻഡ് വൈൽഡ് പറയും 100 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇത്രയും ഡാമേജ് ആക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലാണ്ട് വിടില്ല എന്ന് പറയും. ആൻഡ് ഇതും പറഞ്ഞിട്ട് വൈൽഡ് ഗഡ്സിനെ അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ഇരിക്കും. ഗഡ്സും അവന്റെ ഓരോ അടിയും തടുത്തും കൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ തടുക്കുന്നതിൽ ഗഡ്സിന്റെ വാൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും, ക്രാക്സ് വരാൻ തുടങ്ങും വാളിൽ. ആൻഡ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ചിന്തിക്കും ഇപ്പൊ ഗഡ്സിന്റെ വാളെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും വൈൽഡ് ഗഡ്സിനെ കൊല്ലും. കാരണം ഗഡ്സിന്റെ വാളിലുകൊണ്ട് മാത്രമാണ് ഗഡ്സ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന കാര്യം ബാക്കിയുള്ളവർ ആലോചിക്കും. ആൻഡ് കാസ്ക ഇത് കണ്ടിട്ട് കാസ്ക എങ്ങനെയും ഗഡ്സിനെ രക്ഷിക്കാൻ വേണ്ടി പോകാന്ന് നിൽക്കും. പക്ഷെ അവിടെ ജുഡായി വന്നിട്ട് പറയും നീ ഇപ്പോൾ പോകാൻ പാടില്ല, കാരണം നീ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചർ ആണ്. ആൻഡ് നീ കൂടി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ഹോക്സിന് ഒരു നിലമ ഉണ്ടാവില്ല. സോ നീ ഇവിടെ നിൽക്കണം, നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജുഡായി കാസ്കയെ തടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ കാസ്ക കരഞ്ഞുകൊണ്ട് ആലോചിക്കും എന്തിനാണ് ഗഡ്സ് എപ്പോഴും അവന്റെ ജീവൻ കൊടുത്തിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് അവൻ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാസ്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ വൈൽഡിന്റെ ഓരോ അറ്റാക്കും ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര വീക്കറായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവനെ തീർക്കാന്നുള്ള മൈൻഡിൽ ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഗഡ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓപ്പണിംഗ് ഗഡ്സിന് കിട്ടും. ആൻഡ് ഒരു ഓപ്പണിങ്ങിൽ അവന്റെ പൊട്ടിയ കത്തി എടുത്തിട്ട് നേരെ വൈൽഡിന്റെ കഴുത്തിലോട്ട് ചോക്ക് ചെയ്ത് അറക്കും. ആൻഡ് ഇങ്ങനെ അറക്കുന്നതിന് തന്നെ വൈൽഡ് ചത്തുപോകും. ആൻഡ് ഇത് കാണിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാകും. കാരണം വൈൽഡിനെ കൊന്നു, ഗഡ്സ് അവസാനം കൊന്നു എന്നുള്ള മൈൻഡിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കും. കാരണം വൈൽഡ് അത്രയും വലിയൊരു മോൺസ്റ്റർ അല്ലേ, അവനെ ഗഡ്സ് കൊന്നു എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലഡ് ആയിരിക്കും. ആൻഡ് ഇതിനുശേഷം ഗഡ്സിനെ എടുത്തിട്ട് ഗ്രിഫിത്തിനെ എടുത്തിട്ട് വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സ് എല്ലാം അവരുടെ സ്ഥലത്തോട്ട് പോകും. ആൻഡ് സ്ഥലത്തോട്ട് പോയതിനു ശേഷം അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കും ഗ്രിഫിത്തിനും ഗഡ്സിനും. ആൻഡ് ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഞ്ചോർഡ് ആയിരിക്കുന്നു. ഗ്രിഫിത്തിന്റെ കാര്യം പിന്നെ ഓൾറെഡി പറയണ്ടല്ലോ.
രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഞ്ചോർഡ് ആയിരിക്കും. രണ്ടുപേർക്കും ജുഡായി ഗ്രിഫിത്തിനും കാസ്ക ഗഡ്സിനും ഫസ്റ്റ് എയ്ഡ് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. എന്റെ കാസ്ക ഗഡ്സിനോട് പറയും, നീ ഒരിക്കലും മരിക്കരുത്, നീ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം അവിടെ തീർന്നു എല്ലാം ഗഡ്സിനോട് കാസ്ക പറയും. അവർ രണ്ടുപേർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം കാസ്ക നേരെ ജുഡായി വിളിച്ചിട്ട് ഗ്രിഫിത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് കാസ്ക പറയും, ഗ്രിഫിത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്തിന് ഇനി മുതൽ കയ്യോ കാലൊന്നും മര്യാദ കനക്കാൻ പറ്റത്തില്ല, കാരണം അവന്റെ വെയിൻസ് എല്ലാം ഡാമേജ് ആയി പോയിട്ടുണ്ട്, ഇല്ലാണ്ടായി പോകുന്നുണ്ട്. സോ അതൊന്നും ഇനി അവനക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കാസ്ക എല്ലാം ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് ഗ്രിഫിത്തും ഗഡ്സ് ഇരിക്കുന്ന സ്ഥലത്ത് കാണിക്കും. ഗ്രിഫിത്ത് ആണെന്നുണ്ടെങ്കിൽ അവന്റെ ആർമർ നോക്കിയിട്ട് വായ വെച്ച് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, കാരണം അവനെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഇത് കണ്ടിട്ട് ഗഡ്സിന് കാര്യം മനസ്സിലാവും. സോ ഗഡ്സ് നേരെ ആർമർ എടുത്തിട്ട് ഗ്രിഫിത്തിന് ഇട്ട് കൊടുക്കും, ഗ്രിഫിത്തിന് വെയർ ചെയ്ത് കൊടുക്കും. ആൻഡ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഗഡ്സ് ഗ്രിഫിത്തിനോട് പറയും, പെട്ടെന്ന് തന്നെ നീ സുഖാവും, നിന്റെ കൈയും കാലൊക്കെ എല്ലാം അനക്കിയിട്ട് നീ പഴയ പോലെ തന്നെ നീ ഫൈറ്റ് എടുക്കും, നിന്റെ വാൾ എടുക്കും, നീ ഇൻഫാക്ട് എന്നെ വരെ തോൽപ്പിക്കുന്നെല്ലാം ഗഡ്സ് ഗ്രിഫിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വിസിറ്ററെ പോലെ വീണ്ടും വൈൽഡ് വരും. ആൻഡ് വൈൽഡ് വരുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ കഴുത്തിലൂടെ ഇപ്പോഴും ആ കത്തി തന്നെ അവന്റെ ഉണ്ടാവും, പക്ഷെ വൈൽഡ് മരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വൈൽഡ് അവിടെ നിന്നിട്ട് വൈറ്റ് ഹൗസിൽ ഓരോ മെമ്പേഴ്സിനെ അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് അടിച്ചതിന് ശേഷം നേരെ ഗ്രിഫിത്തിനെ എടുക്കും. ആൻഡ് ഗ്രിഫിത്തിനെ എടുത്തതിന് ശേഷം ഗ്രിഫിത്തിനോട് പറയും, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ബോട്ടക്സിൽ ഞാൻ കുടുങ്ങിപ്പോവും, അതുകൊണ്ട് തന്നെ നിന്റെ ബിഹിലത്ത് നീ യൂസ് ചെയ്യും, നീ എന്നെ രക്ഷിക്കുന്ന ഗ്രിഫിത്തിന്റെ അടുത്ത് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കും, വൈൽഡ് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് ആർക്കൊന്നും മനസ്സിലാവേണ്ടാവില്ല, ഇൻഫാക്ട് ഗ്രിഫിത്തിന് പോലും ഒന്നും മനസ്സിലാവേണ്ടാവില്ല ഇവ എന്താ പറഞ്ഞതെന്ന്. ആൻഡ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം വൈൽഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽഡിനെ സറൗണ്ട് ചെയ്യും. പക്ഷേ ഇവരിപ്പോൾ വൈൽഡിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അറ്റാക്ക് ഗ്രിഫിത്തിന് മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ഇവിടെ മരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരു ഓപ്പണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം വൈൽഡ് പറയും, നിന്റെ അടുത്ത് വിലത്തുണ്ടെന്നാണ് എന്റെ അടുത്ത് സോഡ് പറഞ്ഞത്, അത് യൂസ് ചെയ്യ്, ഗോഡ് ഹാൻഡിനെ വിളിക്കുക, ആൻഡ് നീ എന്നെ രക്ഷിക്കുന്നു പറയും. എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് വൈൽഡ് ഗ്രിഫിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രിഫിത്തിന് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ആൻഡ് ഇവിടെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം വൈൽഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് വരും. പക്ഷെ വൈൽഡ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് നേരെ ആർമർ അഴിക്കും ഗ്രിഫിത്തിന്റെ. ആൻഡ് അവന്റെ ബോഡി ഹോക്സിലെ മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കും. ഇത്രയും ബ്രോക്കൺ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് എന്റെ അടുത്തോട്ട് വരുന്നത് പറഞ്ഞിട്ട് ഗ്രിഫിത്തിന്റെ ബോഡി എല്ലാവരും കാണിച്ചു കൊടുക്കും. ഗ്രിഫിത്തിന്റെ ബോഡി എത്രത്തോളം വീക്കറാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ല. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്തിനോട് വൈൽഡ് ചോദിക്കും, നിന്റെ ബെഹലത്ത് എവിടെയെന്ന് ചോദിക്കും. ഗ്രിഫിത്തിന്റെ നേക്കഡ് ആയിട്ടുള്ള ബോഡി കണ്ടപ്പോൾ വൈൽഡിന് മനസ്സിലാവും ഇവന്റെ അടുത്ത് ബിഹിലത്ത് ഇല്ലാന്ന്. അത് മനസ്സിലാക്കിയ വൈൽഡ് അലറാൻ തുടങ്ങും. അപ്പൊ നീ 5th വൺ അല്ലേ, നീ അത് കൊണ്ടുപോയി കളഞ്ഞോ എന്ന് ചോദിക്കും. ആൻഡ് ആ ദേഷ്യത്തിൽ തന്നെ നേരെ വൈൽഡ് ഗ്രിഫിത്തിനെ കൊല്ലാൻ വേണ്ടി നിൽക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോഡ് വരും. ആൻഡ് സോഡ് വന്നിട്ട് പറയും, അവനെ വിട്ടോ എന്ന് പറയും. ആൻഡ് സോഡിനെ കണ്ട വൈൽഡ് സോഡിനോട് ചോദിക്കും, ഇവനാണെന്നാണ് 5th വൺ, നീ എന്നോട് പറഞ്ഞില്ലേ, ഇവന്റെ അടുത്ത് ആ ബിഹിലത്തില്ല, പിന്നെ നീ എന്തിനാണ് ഇവനാണ് 5th വൺ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു പറയും. ഇതിനുശേഷം വൈൽഡ് ഗ്രിഫിത്തിനെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ സോഡ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ വൈൽഡിനെ കൊന്നു കളയും. ആൻഡ് കൊന്നു കളഞ്ഞതിന് ശേഷം പറയും, നിനക്ക് നിന്റെ മരണത്തെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സോഡ് വൈൽഡിനെ കൊന്നു കളയും. ആൻഡ് ഗ്രിഫിത്തിനെ രക്ഷിച്ചതിന് ശേഷം സോഡ് ഗ്രിഫിത്തിനോട് പറയും, നിന്റെ അടുത്ത് ആ ബെഹലറ്റ് വരും, അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യുക, അതാണ് വിധി എന്ന് സോഡ് ഗ്രിഫിത്തിനോട് പറയും. ആൻഡ് ഇതും പറഞ്ഞിട്ട് സോഡ് അവിടെ നിന്ന് പറന്നു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ഗഡ്സ് അലറിയും കൊണ്ട് ചോദിക്കുക, നീ എന്റെ അടുത്ത് പറഞ്ഞ മരണം ഇവനായിരുന്നോ, ഇവൻ കാരണമായിരുന്നോ ഞാൻ മരിക്കാൻ പോകുന്നത് നീ പറഞ്ഞെന്നെല്ലാം ചോദിക്കും. വൈൽഡ് എന്റെ ഒരുപാട് കൂട്ടുകാരെ കൊന്നു, സോ ഇവനാണോ നീ പറഞ്ഞ മരണം എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് സോഡ് പറയും, നിനക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്ന് പറയും. ആൻഡ് ഇതും പറഞ്ഞിട്ട് സോഡ് അവിടെ നിന്ന് പറന്നു പോകും. ആൻഡ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ്. കുറച്ച് ലോങ് വീഡിയോ ആണ്, ഐ നോ, ബട്ട് കുറേ നാളായില്ലേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട്, ബെർസക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട്. സോ അടുത്ത ചാപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ നോക്കാം. സോ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.